हरे कृष्णा सर्वम कृष्ण अर्पणमस्तु. प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിന്റെ കൃഷ്ണയാമത്തിലൂടെ മഹാഭാരതം കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവരും എത്തട്ടെ. നമുക്ക് അതുവരെ ഒരു കീർത്തനം കേൾക്കാം. നെറ്റ് കുറവാണോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് കാണുന്നില്ല. സൈന ചേച്ചിയുടെ മെസ്സേജ് വന്നു. ഓക്കെ, നെറ്റ് ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. നോക്കാം. हरे कृष्णा सर्वम कृष्णार्पणमस्तु. പ്രഭാത് की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷൻ की जय. എന്താണ് ആ ഒരു മെസ്സേജ് ഇട്ടല്ലോ അംബ്ലിക് മാതാജി, ഞാൻ സീ തമിഴിൽ എപ്പോഴും കാണുന്നോ? ബിന്ദു മണികണ്ഠൻ. ആരാത്? ആരാണ് സീ തമിഴ് കണ്ടുകൊണ്ടിരിക്കണേ? തണുത്ത വെള്ളം കുടിക്കുന്ന കാരണം ത്രോട്ടിനും ചെറിയൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ചൂട് കാപ്പി ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത്. നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് കാപ്പി കുടിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ എല്ലാവരും ഒരുപാട് ദൂരത്താണ്. എനിക്ക് കാപ്പി ഉണ്ടാക്കി തരാൻ പറ്റില്ല. എന്നെങ്കിലും നമ്മൾ ഒരുമിക്കുമ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി തരാം. ഓക്കെ. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 9342 49 മഞ്ജരീസിലൂടെയുള്ള വൃന്ദാവന യാത്രയുടെ ടോക്കൺ ബുക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പം ഒരു 51 പേരാണ് പ്രതീക്ഷിച്ചത്. കുറവ് ആൾക്കാരുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഓൾമോസ്റ്റ് അതെല്ലാം ക്ലോസ് ചെയ്ത് വരുന്നു. ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും കൂടെ സമയമുണ്ട്, ജോയിൻ ചെയ്യാം. മഞ്ജരീസിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം തന്നാൽ മതി. പിന്നെ ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഗുരുവായൂരിൽ വരുന്നവർക്ക് റൂംസ് സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ അതും നേരത്തെ തന്നെ, വിഷു ഒക്കെയാണ്, അപ്പോൾ ഇനി അധികം സമയമൊന്നുമില്ല. ലാസ്റ്റ് മൊമെൻറ്റിൽ വിളിച്ചിട്ട് മാതാജി റൂം വേണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ നേരത്തെ തന്നെ റൂംസിൻ്റെ കാര്യങ്ങളും ബുക്ക് ചെയ്യാം. ഓൺ ദ വേ ആണെന്നും പറഞ്ഞുകൊണ്ട് ആരും കോൺടാക്റ്റ് ചെയ്യരുത്. പിന്നെ മാക്സിമം നമ്മുടെ ലൈവ് ക്ലാസ്സുകളെല്ലാം ഷെയർ ചെയ്യാം. എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യാം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഷെയറിങ് മാത്രമാണ്. ഓക്കെ, ഇനി മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ദിവസമായിട്ട് നമ്മൾ മഹാഭാരതം ഒന്നും കേട്ടിട്ടില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ മഹാഭാരതം ഏതാണ് ഇനി നമ്മൾ എടുക്കാനുള്ളത് എന്ന്? നമ്മൾ കൗരവന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ എന്താ പറയുക, കുറേ പേര് മരിച്ചു കിടന്നു. അങ്ങനെ അവരൊക്കെ ഇങ്ങനെ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് ധൃതരാഷ്ട്രവും പാണ്ഡവന്മാരും എല്ലാവരും അവിടെ ചെന്നു. എന്നിട്ട് വേണ്ട രീതിയിലൊക്കെ അവരുടെ ശവസംസ്കാരം കാര്യങ്ങൾ അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം നടത്തി. അതൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്റ്റോറി അല്ലേ?
കൈയും കാലും ഒക്കെ വേർപെട്ട് എല്ലാവരും ഇങ്ങനെ കിടക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിൽ. ആ ശവശരീരങ്ങളെല്ലാം തന്നെ യഥാവിധി നമ്മൾ ഇത് ചെയ്തു. ഇതൊക്കെയല്ലേ നമ്മൾ ലാസ്റ്റ് കേട്ടത് ക്ലാസ്സിൽ. അപ്പൊ ഇനി എന്താ കേൾക്കാനുള്ളത്? ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇനി ഏത് പർവ്വമാണ് എന്നുള്ളത്. ശാന്തി പർവ്വം ഓർക്കുന്നുണ്ടോ? ശാന്തി പർവ്വമാണ് നമ്മൾ ഇനി മഹാഭാരതത്തിലൂടെ കേൾക്കുന്നത്. ഓർക്കുന്നുണ്ട്? ഇതൊക്കെ പറയുമ്പോൾ ഓർമ്മയുണ്ടാവും, അല്ലാതെ പെട്ടെന്ന് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല അല്ലെ? സാരല്ല, ഒക്കെ മനുഷ്യ സഹജമല്ലേ. അതിൽ നമ്മൾ നാരദന്റെ സാന്ത്വനം എന്ന് പറയുന്ന കഥയിലേക്കാണ് പോകുന്നത് കേട്ടോ. ധർമ്മപുത്രാദികൾ മരിച്ചുപോയ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉദകക്രിയ ചെയ്ത് അശൗചക കർമ്മങ്ങൾ ചെയ്യുവാനായി 1 മാസം ഗംഗാതീരത്ത് തന്നെ താമസിച്ചു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ധർമ്മപുത്രാദികൾ അതാരാണ്? പാണ്ഡവന്മാർ. അപ്പം അവര് എന്താ ചെയ്തത്? മരിച്ചുപോയ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിരുന്നു, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലെ. അവരൊക്കെ ഇങ്ങനെ മരിച്ച് വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. സ്ത്രീ പർവ്വമല്ല, ശാന്തി പർവ്വം. അപ്പം അവരുടെ ശവശരീരങ്ങളെല്ലാം യഥാവിധി, കാരണം 1-2 ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പലരുടെയും കൈ ഏതാണ്, കാലേതാണ്, തലയേതാണ്, ശരീരം ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടെ ആ ഒരു റെഡ് കളർ മണ്ണാണ് കിടക്കുന്നത് എന്നല്ലേ. യൂട്യൂബിലൊക്കെ ഞാൻ നോക്കി സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കണ്ടിരുന്നു. എത്രത്തോളം ശരിയാണ് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ആ ഒരു അപ്പൊ അവരുടെ ആ ഒരു അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 1 മാസത്തോളം കാലം എവിടെ താമസിച്ചു? ഗംഗാതീരത്ത് തന്നെ താമസിച്ചു. അങ്ങനെ ആ കാലത്ത് അവർ താമസിക്കുന്ന ആ കാലത്ത് ഒരുപാട് സിദ്ധന്മാര്, മഹർഷിമാര്, ഒരുപാട് തപസ്വികൾ ഇവരെല്ലാവരും ആ ഗംഗാതീരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും എന്ത് ചെയ്തു? ധർമ്മപുത്രനെ അഭിവാദ്യം ചെയ്തു. നമ്മുടെ യുധിഷ്ഠിരനെ അഭിവാദ്യം ചെയ്തു. എന്നിട്ടോ അപ്പം ധർമ്മപുത്രൻ എന്താ ചെയ്യുന്നത്? ആ വന്നിരിക്കുന്ന മുനിമാരെയും മഹർഷിമാരെയും തപസ്സികളെയെല്ലാം വേണ്ട വിധത്തില് ബഹുമാനിച്ച് ആദരവോടുകൂടി പൂജയൊക്കെ ചെയ്ത് സൽക്കരിച്ച് പൂജിച്ച് അങ്ങനെ നിന്നു. അപ്പം ഒരുപാട് പേര് പലരും വന്നിട്ട് യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യുധിഷ്ഠിരൻ വളരെയധികം വേദനയിലാണ്. പാണ്ഡവന്മാർ വിജയിച്ചെങ്കിലും യുധിഷ്ഠിരന്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സഹോദരന്മാർ തന്നെയാണല്ലോ മരണപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം കൊന്നിട്ട് നമ്മൾ നേടിയെടുത്ത ഈ രാജ്യവും ഈ പേരും വിജയിച്ചു എന്ന് പറയുന്ന പദവിയിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് ആര് പറയുന്നത്? യുധിഷ്ഠിരൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മുടെ കൂടെയുള്ളവരെ തന്നെ നമ്മൾ ചവിട്ടി താഴ്ത്തി വില കുറച്ച് കാണിച്ചിട്ട് നമ്മൾ നേടുന്ന ആ ഒരു സ്ഥാനം, ആ ഒരു അംഗീകാരം, അതൊരു ബിഗ് സീറോ ആണ്. ഒരു വിലയില്ലാത്തതാണ്. മനസ്സിലായില്ലേ? ഒരു വിലയും ഇല്ലാത്തതാണ് ആ ഒരു അംഗീകാരം, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം, ആ ഒരു വിജയം. എവിടെയാണോ നമ്മൾ തോറ്റ് തലതാഴ്ത്തുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ നമ്മൾക്കൊപ്പം ഉള്ളവരോടുകൂടി, നമ്മളോടുകൂടി ചേർന്ന് നിൽക്കുന്നവരോട് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് നേടിയെടുക്കുന്നതൊന്നും വിജയമല്ല. യഥാർത്ഥത്തിൽ അതൊരു തോൽവിയാണ്. ഇത് തന്നെയാണ് ഇവിടെ പാണ്ഡവന്മാർക്കുള്ളിൽ ഉണ്ടാകുന്ന വേദനയും. അത് തന്നെയാണ് അവർക്ക് അവിടെ ഒരുപാട് വിഷമം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാവരും യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? നാരദനും ഉണ്ടായിരുന്നു. നാരദൻ എന്ത് ചെയ്തു? ധർമ്മപുത്രനോട് പറയാണ്, ഹേ യുധിഷ്ഠിര, നിങ്ങളുടെ ശക്തി കൊണ്ടും വാസുദേവന്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങൾ ഈ ഭയങ്കരമായ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു. ക്ഷത്രിയ ധർമ്മം ശരിക്കും പരിപാലിക്കുന്ന അങ്ങേക്ക് വിഷമത്തിനൊന്നും സ്ഥാനവും അവകാശവുമില്ല. എന്താ പറയുന്നത്? ക്ഷത്രിയ ധർമ്മം നല്ല രീതിയിൽ പരിപാലിക്കുന്ന അങ്ങേക്ക് വിഷമിക്കേണ്ട കാര്യവും ഇല്ല, യാതൊരു തരത്തിലും വേദനിക്കേണ്ട ആവശ്യവും ഒന്നുമില്ല. അങ്ങ് ക്ഷത്രിയ ധർമ്മം വേണ്ട രീതിയിൽ കൃത്യമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ യുധിഷ്ഠിരൻ പറയാണ്, ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടും ബ്രാഹ്മണരുടെ പ്രസാദം കൊണ്ടും സ്നേഹിതരായിരിക്കുന്ന ക്ഷത്രിയരുടെ ബാഹുബലത്താലും ഭീമാർജുനന്മാരുടെ അപ്രതിരോധിതമായിരിക്കുന്ന ശക്തിയാലും ഞങ്ങൾക്ക് വിജയം കിട്ടി. ഇവിടെ യുധിഷ്ഠിരന്റെ ആ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരിക്കലും സ്വന്തം കഴിവുകൊണ്ടാണെന്നോ സ്വന്തം കുലത്തിന്റെ കഴിവുകൊണ്ടാണെന്നും പറയുന്നില്ല. എന്താ പറയുന്നത്? ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടും ഒപ്പം ബ്രാഹ്മണരുടെ പ്രസാദം കൊണ്ടും സ്നേഹിതരായിരിക്കുന്ന ക്ഷത്രിയരുടെ ബാഹുബലം കൊണ്ടും. ഒരുപാട് ക്ഷത്രിയന്മാർ അവർക്കൊപ്പം അവരുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്തിരുന്നു. അപ്പം ആ ഒരു ക്ഷത്രിയന്മാരുടെ ശക്തി കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ബ്രാഹ്മണന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഒപ്പം തന്നെ ഭീമാർജുനന്മാരുടെ സഹോദരന്മാരുടെ
അപ്രതിരോധിതമായിരിക്കുന്ന, പ്രതീക്ഷിക്കാത്ത, പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ഒരു ശക്തി കൊണ്ടും ബാഹുബലം കൊണ്ടുമാണ് പാണ്ഡവന്മാർ ഈ യുദ്ധം വിജയിച്ചിരിക്കുന്നത്. എങ്കിലും എൻ്റെ മനസ്സിനൊരു സമാധാനവും ഇല്ല. ഈ വിജയം ഒരു പരാജയമായിട്ടാണ് നാരദമുനെ എനിക്ക് തോന്നുന്നത്. വേണ്ടപ്പെട്ട ബന്ധുക്കൾ എല്ലാവരും മരിച്ചുപോയി, അല്ലെ? വേണ്ടപ്പെട്ടവരെല്ലാവരും മരിച്ചുപോയി. ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് പ്രയോജനം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് പ്രയോജനം? എൻ്റെ ബന്ധുമിത്രാദികൾ എല്ലാവരും മരിച്ചിട്ട് എന്ത് പ്രയോജനമാണ് എനിക്കുള്ളത്? അതാണ് ചോദിക്കുന്നത്. ഇതിനേക്കാൾ ഏറ്റവും ഇതിനേക്കാൾ ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത്, യുധിഷ്ഠിരൻ പറയാണ്, എല്ലാവരും മരിച്ചു പോയതിനേക്കാൾ ദുഃഖകരമായിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത്, കർണൻ എൻ്റെ ചേട്ടനാണെന്നറിയാതെ ഞാൻ കർണനെ കൂടി വധിച്ചു. യുധിഷ്ഠിരൻ പറയാണ്, കർണൻ എൻ്റെ സ്വന്തം സഹോദരനാണെന്ന് പോലും അറിയാതെ, ചിന്തിക്കാതെ ഞാൻ അദ്ദേഹത്തെയും വധിച്ചു. അമ്മ ആ സംഗതി ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചു. ആര്? കുന്തിദേവി. കുന്തിയുടെ ആദ്യത്തെ മകനാണ് കർണൻ എന്ന്, ആ കർണനെയാണ് ഞാൻ വധിച്ചതെന്ന് ഓർത്തിട്ട് എൻ്റെ ഹൃദയം അങ്ങ് നീറി ഇല്ലാതാവുകയാണ്. യുദ്ധത്തിന്റെ തുടക്കം തന്നെ അമ്മ കർണന്റെ അടുത്ത് ചെന്ന് ഈ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പാണ്ഡവന്മാരുടെ സഹോദരനാണ് മോനെ എന്ന്. പക്ഷേ ദുര്യോധനനെ വിട്ടുവരാൻ വേണ്ടിയിട്ട് കർണൻ തയ്യാറായില്ല. കർണൻ പറഞ്ഞു, ആരോരുമില്ലാതിരുന്ന കാലത്ത്, എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ പോലും ഇല്ലാതിരുന്ന കാലത്ത് ദുര്യോധനനാണ് എന്നെ സഹായിച്ചത്, എന്നെ ചേർത്ത് നിർത്തിയത്. ആ ദുര്യോധനനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് ആര് പറഞ്ഞു? കർണൻ പറഞ്ഞു. അപ്പോ ദുര്യോധനാദികളുടെ ഭാഗത്ത് നിൽക്കേണ്ടി വന്ന കർണനെ സ്വാഭാവികമായിട്ടും പാണ്ഡവന്മാർക്ക് വധിക്കണം, അല്ലെ? അപ്പോ അതൊരു കൃതജ്ഞതയാണല്ലോ കർണൻ കാണിച്ചത്, നന്ദിയാണ് കാണിച്ചത്. എങ്കിലും ഞങ്ങൾ 5 പേരിൽ അർജുനനെ അല്ലാതെ മറ്റാരെയും കൊല്ലില്ല എന്നൊരു പ്രതിജ്ഞ കർണനിൽ നിന്നും അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈ പാണ്ഡവന്മാരിൽ അർജുനനെ മാത്രമേ കർണൻ വധിക്കൂ, വേറെ ആരെയും കർണൻ വധിക്കാൻ പാടില്ല എന്നുള്ളൊരു സത്യം കുന്തിദേവി കർണനോട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കർണനും അർജുനനും 2 പേരും കൂടി ഒരുമിച്ച് ജീവിച്ചിരിക്കുകയില്ല, ഏതെങ്കിലും ഒരാളെ ജീവിച്ചിരിക്കും. പാണ്ഡവന്മാർ എന്നും 5 പേരായിരിക്കുമെന്ന് കർണൻ പറഞ്ഞിട്ടുണ്ട്. അർജുനനാണ് മരിക്കുന്നതെങ്കിൽ കർണൻ ഈ ഭാഗത്ത് ചേർന്നാൽ പാണ്ഡവന്മാർ 5 പേരായി. അപ്പൊ കർണൻ പറയാണ്, 5 പേരായിരിക്കും എന്നും പാണ്ഡവന്മാർ എന്നും പറഞ്ഞിട്ടുണ്ട്. കർണനും അമ്മയും ഈ ഒരു സ്വകാര്യമായിട്ട് സംസാരിച്ച കാര്യം പുറത്താരോടും പറഞ്ഞിട്ടില്ല. ഒരാളോടും കർണനും പറഞ്ഞില്ല, അമ്മയും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അർജുനന് കർണനെ കൊല്ലേണ്ടി വന്നു, അല്ലെ? ഞാൻ ഇപ്പോഴും കർണനെ ഓർത്ത് ദുഃഖിക്കുകയാണ്. യുദ്ധത്തിൽ കർണന്റെ രഥത്തിന്റെ ചക്രം ഭൂമിയിലേക്ക് താഴ്ന്നു പോയത് എന്തുകൊണ്ടാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ചേട്ടന് വല്ല ശാപവും ഏറ്റിട്ടുണ്ടായിരുന്നു? യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഈ യുദ്ധത്തില് എൻ്റെ ചേട്ടനായിരിക്കുന്ന കർണന്റെ രഥത്തിന്റെ ചക്രം ഭൂമിയിലേക്ക് താഴ്ന്നു പോയത്? അതിനി അങ്ങനെ സംഭവിക്കാൻ എൻ്റെ ചേട്ടന് വല്ല ശാപവും കിട്ടിയിട്ടുണ്ടായിരുന്നോ നാരദമുനെ? എനിക്കതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ എന്ന് യുധിഷ്ഠിരൻ ആരോട് ചോദിക്കുന്നു? നാരദമുനിയോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ നമ്മുടെ നാരദമുനി പറയാണ്, അല്ലയോ ധർമ്മജ, ആ രഹസ്യം ഞാൻ പറയാം, കേട്ടോളൂ. ശസ്ത്രപൂതരന്മാരായിരിക്കുന്ന ക്ഷത്രിയരെ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി ഭൂമിയിൽ സംഘർഷമുണ്ടാക്കാനാണ് കന്യാഗർഭം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തേജസ്സുള്ള ആ ബാലൻ സൂതപുത്രനായി. ബാല്യത്തിൽ തന്നെ അവൻ ദ്രോണാചാര്യനിൽ നിന്ന് ധനുർവേദം അഭ്യസിച്ചു. അർജുനന്റെ കൃഷ്ണനോടുള്ള ആ ഒരു കൂട്ടുകെട്ടും അസ്ത്രപ്രയോഗത്തിലുള്ള സാമർഥ്യവും കണ്ട് മറ്റ് അസൂയാലുവായിരിക്കുന്ന കർണൻ ബാല്യത്തിൽ തന്നെ ദുര്യോധനനുമായിട്ട് കൂട്ടുകൂടി. അർജുനന് നല്ല നല്ല അസ്ത്രപാഠവമുണ്ട്. അപ്പോ ദ്രോണാചാര്യനിൽ നിന്നാണ് അർജുനൻ ഈ വിദ്യകളെല്ലാം പഠിച്ചത്. ഇതെല്ലാം കണ്ടപ്പം
കർണൻ എന്ത് ചെയ്തു? ബാല്യത്തിൽ തന്നെ പോയി ദുര്യോധനനോട് കൂട്ടായി. അർജുനൻ തന്നേക്കാൾ, അതായത് കർണനേക്കാൾ ധനുർവേദത്തിൽ സമർത്ഥനാണെന്ന് കർണൻ മനസ്സിലാക്കി. കർണനേക്കാൾ ഉയർന്ന കാര്യവൈഭവം അർജുനനുണ്ട് എന്നുള്ളത്, ധനുർവേദത്തിലുണ്ട് എന്നുള്ളത് കർണൻ മനസ്സിലാക്കി. ആ സമയത്ത് കർണൻ എന്ത് ചെയ്ത്? ആരും അറിയാതെ ഗൂഢമായിട്ട് പോയി ദ്രോണന്റെ അടുത്ത് പോയി ഈ കാര്യം പറഞ്ഞു. ഹേ ഗുരു, ഞാൻ അർജുനനോട് തുല്യനായി അവനോട് എതിരിടാൻ ആഗ്രഹിക്കുന്നു. ആര് പറഞ്ഞു? കർണൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ബ്രഹ്മാസ്ത്രം കൂടി ആരും അറിയാതെ ഉപദേശിച്ചു തരണം. ആരാ പറയുന്നത്? നമ്മുടെ കർണൻ പറഞ്ഞു. ബ്രഹ്മാസ്ത്രം ബ്രാഹ്മണനും തപസ്വിയുമായ ക്ഷത്രിയന് മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ. അന്യർക്കതിന് അധികാരമില്ല. ഇത് കേട്ടപ്പോൾ നമ്മുടെ കർണന് ഭയങ്കര വിഷമമായി, നിരാശയായി. മഹേന്ദ്രഗിരിയിൽ പോയി തപസ് ചെയ്യുന്ന പരശുരാമന്റെ അടുത്തേക്ക് കർണൻ ചെന്നു. നേരെ പരശുരാമന്റെ അടുത്തേക്ക് പോയി. എങ്ങനെയെങ്കിലും ബ്രഹ്മാസ്ത്രം കൈക്കലാക്കണം. ഇതാണ് കർണന്റെ ആഗ്രഹം. ഈ ആഗ്രഹം കൊണ്ട് കർണൻ പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണനാണെന്ന്. കാരണം എന്താ? ബ്രഹ്മാസ്ത്രം ബ്രാഹ്മണനും തപസ് ചെയ്യുന്ന ക്ഷത്രിയനും മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ. കർണൻ നേരെ പോയിട്ട് പരശുരാമനോട് പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞിട്ട് കർണൻ എന്ത് ചെയ്തു? പരശുരാമന്റെ ശിഷ്യത്വം അങ്ങ് സ്വീകരിച്ചു. അച്ചടക്കെന്നുള്ള ഒരു കുട്ടിയായി നന്നായി ഗുരുവിനെ ശുശ്രൂഷിച്ച് പരശുരാമനെ സന്തോഷിപ്പിച്ച് ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു സമയത്ത് ഒരിക്കല് ഗംഗയുടെ തീരത്ത് അസ്ത്രങ്ങളുമായിട്ട് ചുറ്റി നടക്കുകയാണ്. അവിടെയുള്ള ബ്രഹ്മവാദിയായ ഒരു ബ്രാഹ്മണന്റെ യജ്ഞ പശുവിനെ കർണൻ അറിയാതെ കൊന്നുപോയി. എന്താ ഉണ്ടായത്? നല്ല അച്ചടക്കമുണ്ട്, ഗുരുവിനെ നന്നായി ശുശ്രൂഷിക്കുന്നു. അങ്ങനെ പരശുരാമനെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആര്? നമ്മുടെ കർണൻ. ആ സമയത്ത് ഒരിക്കല് ഗംഗയുടെ തീരത്ത് നമ്മുടെ അസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ധരിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ആര്? കർണൻ. ആ സമയത്താണ് ബ്രഹ്മവാദിയായിരിക്കുന്ന ഒരു ബ്രാഹ്മണന്റെ യജ്ഞ പശുവിനെ കർണൻ അറിയാതെ കൊന്നുപോയി. ദേഷ്യം വന്ന ബ്രാഹ്മണൻ എന്ത് ചെയ്തു? കർണനെ അങ്ങ് ശപിച്ചു. ഹേ ദുഷ്ട, നീ ചെയ്ത ഈ പാപകർമ്മത്തിന്റെ ഫലമായി നീ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുവുമായി ഏറ്റുമുട്ടുമ്പോൾ നിന്റെ രഥത്തിന്റെ ചക്രം ഭൂമിയിലേക്ക് താഴ്ന്നു പോട്ടെ എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ പറഞ്ഞു, അവർക്ക് ജ്ഞാനദൃഷ്ടി ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഹേ ദുഷ്ട, നീ എന്റെ യജ്ഞ പശുവിനെ കൊന്നില്ലേ? അതുകൊണ്ട് നീ ആരെയാണോ ജയിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിനക്ക് തുല്യനായിരിക്കുന്ന ശക്തിയുള്ള അവനുമായി നീ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന ആ യുദ്ധകാലത്ത് നിന്റെ രഥത്തിന്റെ ചക്രം ഭൂമിയിലേക്ക് താഴ്ന്നു പോട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് നിന്റെ ശത്രു നിന്നെ വീഴ്ത്തും എന്നും പറഞ്ഞു. എന്റെ പശുവിനെ നീ കൊന്നതുപോലെ നിന്റെ ശത്രു നിന്നെയും വധിക്കും. കർണൻ അദ്ദേഹത്തെ ഒരുപാട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ദേഷ്യം തീർന്നില്ല. ലീലാമ്മേ, അദ്ദേഹത്തിന്റെ ദേഷ്യം തീർന്നില്ല. കർണൻ വിഷമിച്ച് ഈ കാര്യം ആലോചിച്ച് ഭയന്ന് ടെൻഷൻ അടിച്ച് നേരെ പരശുരാമന്റെ ആശ്രമത്തിലേക്ക് പോയി. ഭാർഗവരാമൻ എന്ത് ചെയ്തു? കർണന്റെ നേരെ നല്ല സന്തുഷ്ടിയോടുകൂടി എല്ലാ ദിവ്യാസ്ത്രങ്ങളും കർണന് പറഞ്ഞു കൊടുത്തു. കൂട്ടത്തില് സനിവർത്തമാനമായിരിക്കുന്ന ബ്രഹ്മാസ്ത്രവും ഉപദേശിച്ചു കൊടുത്തു. ഈ ബ്രഹ്മാസ്ത്രത്തിന് വേണ്ടിയാണല്ലോ കർണൻ കള്ളവും പറഞ്ഞു വന്നിരിക്കുന്നത്. പരശുരാമൻ ബ്രഹ്മാസ്ത്രവും പറഞ്ഞു കൊടുത്തു. ഒരു ദിവസം രാമൻ കർണന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. കിടന്ന് പരശുരാമൻ അങ്ങ് ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഭയങ്കരമായിരിക്കുന്ന ഒരു കീടം വന്ന് കർണന്റെ തൊടയിൽ അങ്ങ് കടിച്ചു. ഒരു ഭയങ്കരമായിരിക്കുന്ന ഒരു കീടം, ഒരു പ്രാണി വന്നിട്ട് കർണന്റെ തൊടയിൽ കടിച്ചു. കർണന്റെ തൊടയിലാണ് ആര് കിടക്കുന്നത്? പരശുരാമൻ കിടക്കുന്നത്. ആ സമയത്ത് കടിച്ചപ്പോ ഗുരുവിന്റെ ആ ഒരു ഉറക്കത്തിന് ഭംഗം വരുമെന്ന് ആലോചിച്ച് കർണൻ ഭയങ്കരമായിരിക്കുന്ന ആ വേദന സഹിച്ചു കർണൻ അങ്ങിരുന്നു. കാരണം കർണൻ ആന്നും പറഞ്ഞിട്ട് കാലിങ്ങ് വലിച്ചു കഴിഞ്ഞാല് പരശുരാമന്റെ ഉറക്കത്തിന് തടസ്സം വരില്ലേ? അപ്പൊ ഗുരുവല്ലേ, ഗുരുവിന്റെ ഉറക്കത്തിന് തടസ്സം വരാൻ പാടില്ലല്ലോ എന്ന് ഓർത്തോണ്ട് അദ്ദേഹം ആ വേദനയും സഹിച്ച് അങ്ങനെ ഇരുന്നു. തൊടയിൽ നിന്ന് രക്തം ഇങ്ങനെ വരാൻ തുടങ്ങി.
ഭയങ്കരമായി രക്തം വന്നു. ആ സമയത്ത് ഈ രക്തം വന്നിട്ടും നമ്മുടെ കർണൻ അനങ്ങിയില്ല. പെട്ടെന്ന് പരശുരാമൻ അങ്ങ് ഉണർന്നു. ദേഹത്ത് മുഴുവൻ രക്തം പരശുരാമന്റെ. ദേഷ്യത്തോടെ പരശുരാമൻ ചോദിച്ചു, കർണ, നീ എന്താ ചെയ്തത്? ഞാൻ രക്തപങ്കിലനായല്ലോ, എന്റെ ദേഹം മുഴുവൻ രക്തം വന്നല്ലോ, എന്താണ് ഉണ്ടായെന്ന് നീ തുറന്നു പറയൂ. കർണൻ അങ്ങ് പേടിച്ചുകൊണ്ട് കർണൻ പറഞ്ഞു, ആ കീടം എന്റെ തൊട കടിച്ചു മുറിച്ചു ഗുരു. അങ്ങയുടെ ഉറക്കത്തിന് തടസ്സം വരരുതല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഈ വേദന മുഴുവൻ സഹിച്ചിരിക്കുകയായിരുന്നു. എന്റെ തൊടയിൽ നിന്നൊഴുകിയ രക്തമാണ് അങ്ങയുടെ ശരീരത്തിലൊക്കെ പറ്റിയിരിക്കുന്നത്. ആ സമയത്ത് രാമൻ നോക്കിയപ്പോ 8 കാലുകളും തീക്ഷ്ണമായ ദംഷ്ട്രയും, അതായത് 8 കാലും ഉണ്ട്, നല്ല പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പല്ലുള്ള നിറയെ രോമമുള്ള ഒരു കീടത്തെ കണ്ടു പരശുരാമൻ. ഉടനെ ആ കീടം അങ്ങ് മരിച്ച് ഒരു രാക്ഷസനായി മാറി. അർക്കളൻ എന്ന ഒരു രാക്ഷസനായിരുന്നു അത്. എന്താ പേര്? അർക്കളൻ. ആ രാക്ഷസൻ ശാപം കൊണ്ട് ഒരു കീടമായി തീർന്നതാണ്. രാമൻ ആ കീടത്തെ നോക്കിയപ്പോ ആ രാക്ഷസന് ശാപമോക്ഷം കിട്ടി. അവൻ രാമനോട് നന്ദി പറഞ്ഞു. ഉടനെ തന്നെ ദേഷ്യം വന്ന രാമൻ എന്ത് ചെയ്തു? കീടത്തിനോട് പറഞ്ഞു, ഹേ മൂഢ, ഇത്രയും കടുത്ത വേദന സഹിക്കുവാൻ ഒരു ബ്രാഹ്മണന് സാധിക്കില്ല. എന്താ പറഞ്ഞത്? രാമൻ പറയാണ്, ഹേ വിഡ്ഢി, ഇത്രയും വേദന സഹിക്കാൻ ഒരു ബ്രാഹ്മണന് സാധിക്കില്ല. നീ ആരാണെന്നുള്ള സത്യം എന്നോട് ഇപ്പൊ പറയൂ. കർണൻ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. വിറച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു, ഞാൻ ബ്രാഹ്മണനുമല്ല ക്ഷത്രിയനുമല്ല, സൂതപുത്രനായിരിക്കുന്ന കർണനാണ് ഞാൻ. ബ്രഹ്മൻ എന്നിൽ പ്രസാദിച്ചാലും എന്റെ തെറ്റ് അവിടുന്ന് പൊറുക്കണം. അസ്ത്രവിദ്യയിൽ സമർത്ഥനാവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞ് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ചതാണ്. കാൽക്കൽ വീണ് കർണൻ മാപ്പ് ചോദിക്കുകയാണ്. ആരുടെ? പരശുരാമന്റെ. ആ സമയത്ത് രാമൻ പറഞ്ഞു, അസ്ത്രലോഭത്താൽ അസത്യം പറഞ്ഞ് ഗുരു ശുശ്രൂഷ ചെയ്ത് സമ്പാദിച്ച ഈ ബ്രഹ്മാസ്ത്രം നിനക്ക് സ്ഥിരമായി നിലനിൽക്കില്ല. എന്താ പറഞ്ഞത്? നീ ഗുരുവിനോട് നുണ പറഞ്ഞുകൊണ്ട്, അസ്ത്രലോഭത്താൽ ഈ അസ്ത്രം പഠിക്കണം, വാങ്ങിക്കണം എന്ന ആഗ്രഹം കൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട് സമ്പാദിച്ചതാണ് ഈ ബ്രഹ്മാസ്ത്രം. അതുകൊണ്ട് ഇത് സ്ഥിരമായി നിലനിൽക്കില്ല. നുണ പറഞ്ഞ നിനക്ക് ഇനി ഇവിടെ സ്ഥാനവും ഇല്ല. വേഗം നീ നിന്റെ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് പോയിക്കോളൂ. ഈ ശാപവും വാങ്ങി കർണൻ എഴുന്നേറ്റ് രാമനെ വണങ്ങി നേരെ ദുര്യോധനന്റെ അടുത്തേക്ക് പോയി. അങ്ങനെയുള്ള കർണന്റെ സഹായത്താൽ ദുര്യോധനന് പല 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 സഹായങ്ങളും ചെയ്യാൻ സാധിച്ചു. ജരാസന്ധനെ ജയിച്ച കർണന് ജരാസന്ധനും കൂട്ടുകാരനായി. അതിവീര്യ പരാക്രമിയായിരിക്കുന്ന കർണനെ കൃഷ്ണന്റെ സഹായത്തോടു കൂടിയാണ് അർജുനൻ വധിക്കുന്നത്. നല്ല പരാക്രമിയായിരിക്കുന്ന കർണനെ കൃഷ്ണന്റെ സഹായം കൊണ്ടാണ് ആര് വധിക്കുന്നത്? അർജുനൻ വധിച്ചത്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും വിധി വൈപര്യത്താൽ ഒത്തുചേർന്നതാണ്. വിധി കൊണ്ടാണ് കൃഷ്ണന് സഹായം അർജുനന് ലഭിച്ചതും ആ വിധി കൊണ്ടാണ് ആ സാഹചര്യമെല്ലാം ഉണ്ടായതും. അതുകൊണ്ട് ഒരിക്കലും കർണനെ ചതിച്ചു കൊന്നതാണ് കൃഷ്ണനെന്നും പാണ്ഡവരെന്നൊന്നും നമ്മൾ പറയരുത്. ഓൾറെഡി അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സാഹചര്യം അങ്ങനെ ഒത്തു വന്നത്. മനസ്സിലായില്ലേ? ക്ഷത്രോചിതമായിരിക്കുന്ന യുദ്ധത്തിൽ വീരസ്വർഗം പ്രാപിച്ച കർണനെ ഓർത്ത് നാരദൻ പറയാണ് യുധിഷ്ഠിരനോട്, വീരസ്വർഗമാണ് കർണൻ പ്രാപിച്ചിരിക്കുന്നത്, അങ്ങ് ഒരിക്കലും വിഷമിക്കരുത്, ധൈര്യമായിരിക്കും യുധിഷ്ഠിര എന്ന് പറഞ്ഞു. കുന്തി ദേവിയാണ് അടുത്തത് സാന്ത്വനിപ്പിക്കുന്നത്. പിന്നീട് കുന്തി ദേവിയും യുധിഷ്ഠിരന്റെ അടുത്ത് ചെന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ഉണ്ണി യുധിഷ്ഠിര, നീ ഇത്രമാത്രം ദുഃഖിക്കുന്നത് എന്തിനാ? ദുഃഖിക്കരുത്. കർണൻ നിന്നിൽ സഹോദര ഭാവം കാട്ടാൻ ഞാൻ കഴിയുന്നതും പരിശ്രമിച്ചു നോക്കിയതാണ്. നിന്നോട് ആ ഒരു സ്നേഹം കർണൻ കാണിക്കാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചതാണ്. അവന്റെ അച്ഛനായിരിക്കുന്ന സൂര്യദേവനും അതിനൊരുപാട് ശ്രമിച്ചതാണ് മോനെ. ഒരു ഫലവും ഉണ്ടായില്ല. സ്നേഹം മൂലം തനിക്ക് ദുര്യോധനനെ വിട്ടിട്ട് വരാൻ കഴിയില്ല എന്നാണ്
എന്നോടും അവന്റെ അച്ഛനായ സൂര്യദേവനോടും അവൻ ആവർത്തിച്ചു പറഞ്ഞത്. നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ അവനെ കൈയൊഴിഞ്ഞത്. പിന്നെ സമയം വന്നപ്പോ അവൻ വിധിക്ക് കീഴടങ്ങി. ഇതിനെ നമുക്കൊരിക്കലും ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ പലതും 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 പറഞ്ഞിങ്ങനെ കുന്തിദേവിയും നമ്മുടെ ധർമ്മപുത്രനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒരു രക്ഷയില്ല. ധർമ്മപുത്രന് സമാധാനം കിട്ടുന്നില്ല. അദ്ദേഹം എന്തു ചെയ്തു? സ്ത്രീ സമുദായത്തെ മുഴുവൻ അങ്ങോട്ട് ശപിച്ചു. പറഞ്ഞു, അമ്മേ അമ്മേ ഭവതി, അമ്മ എന്നെ ദുഃഖസാഗരത്തിലേക്കാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ഈ ഒരു രഹസ്യ സംഭാഷണം അമ്മയും കർണനായിരിക്കുന്ന എന്റെ സഹോദരനായിരിക്കുന്ന കർണനും കൂടിയുള്ള ഈ രഹസ്യ സംഭാഷണം അമ്മ എന്തിനാണ് അമ്മ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? അമ്മയ്ക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു? അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇന്നു മുതൽ രഹസ്യങ്ങൾ മറച്ചു വെക്കാനുള്ള കഴിവില്ലാതെ പോട്ടെ, ഞാൻ ക്ഷമിക്കുകയാണ്. സ്ത്രീകൾക്ക് ഇന്നു മുതൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവില്ലാതെ പോട്ടെ. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം ദുഃഖത്തോടെ അങ്ങ് ഇരിക്കുകയാണ്. ആര്? ധർമ്മപുത്രൻ. കഴിഞ്ഞ ക്ലാസ്സുകളിലെ കർണൻ ആരായിരുന്നു എന്നുള്ളത് വിശദമായി പറഞ്ഞിട്ടുണ്ട് പ്രഭു. ഒന്ന് കേട്ടു നോക്കൂട്ടോ. വീണ്ടും അതിലേക്ക് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത് സ്റ്റോപ്പായി പോകും. കഴിഞ്ഞ ക്ലാസ്സുകൾ ശ്രദ്ധിക്കും. അന്ന് മുതലാണ് സ്ത്രീകള് രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കാൻ തുടങ്ങിയത്. പിന്നീട് ഭയങ്കര വിഷമത്തിലിരിക്കുന്ന നമ്മുടെ ധർമ്മപുത്രൻ എന്ത് ചെയ്തു? അനുജന്മാരെയൊക്കെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഹേ സഹോദരന്മാരെ, നാം ചെയ്തിട്ടുള്ളത് വലിയൊരു പാപമാണ്. വനവാസ കാലത്തുണ്ടായിരിക്കുന്ന നമ്മുടെ ജീവിതം തുടർന്നിരുന്നെങ്കിൽ ഈ മഹാപാതകത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. വേണ്ടപ്പെട്ട നമ്മുടെ ബന്ധുക്കളെയും സ്നേഹിതന്മാരെയൊക്കെ കൊന്നിട്ട് എന്ത് ധർമ്മമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും മരിച്ചുപോയി. ഇനി നമ്മൾ മാത്രം ജീവിച്ചിട്ട് എന്താ കാര്യം? എത്ര പേരെ നമ്മൾ അനാഥരാക്കി, എത്ര കുടുംബങ്ങൾ ഈ യുദ്ധം കൊണ്ട് അനാഥരായി. നമ്മൾ എത്ര സ്ത്രീകളെ വിധവകളാക്കി, എത്ര അച്ഛനമ്മമാരെ നമ്മൾ നിരാശരാക്കി. മക്കളെപ്പറ്റി എത്രയോ പ്രതീക്ഷകൾ ആ അച്ഛനമ്മമാർക്ക് ഉണ്ടായിരിക്കണം. എല്ലാം നഷ്ടങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയല്ലേ? ദുര്യോധനൻ നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് ശകുനിയുമായിട്ട് ആലോചിച്ച് ദുര്യോധനന്റെ അച്ഛനെയും പാട്ടിലാക്കി. ധൃതരാഷ്ട്രരാകട്ടെ മകനെ അങ്ങ് അടക്കി ഒതുക്കി നിർത്താനും ശ്രമിച്ചില്ല. മകനോടുള്ള സ്നേഹം കൊണ്ട് ഈ വാർദ്ധക്യത്തില് ഇപ്പൊ അദ്ദേഹവും ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ആ ഒരു വിദ്വേഷ ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദുര്യോധനനും സുഖമൊന്നും അനുഭവിക്കാൻ സാധിക്കാത്തത്. അവന്റെ ഇഷ്ടം, അവന് നന്മ വരാൻ വേണ്ടി ഉപദേശിക്കാൻ ചെന്ന കൃഷ്ണനോട് എന്തൊക്കെയാണ് അവൻ പറഞ്ഞത്? നമ്മുടെ ആ ഒരു കുലം മുഴുവൻ ദുര്യോധനൻ കാരണം മുടിഞ്ഞു പോയില്ലേ? നമ്മൾ ജയിച്ചു എന്ന് പറയാമെങ്കിലും ഇത് വലിയൊരു പരാജയമായിട്ടാണ് സഹോദരങ്ങളെ എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം തീരണമെങ്കിൽ ശുഭകർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ പശ്ചാത്താപത്തോടെ നമ്മൾ ദാനങ്ങൾ ചെയ്യണം, തീർത്ഥാടനം ചെയ്യണം, ജപധ്യാനങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ തപസ് ചെയ്യണം. ത്യാഗമാണ് ഏറ്റവും പ്രധാനം. ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് നിവൃത്തി കർമ്മം അനുഷ്ഠിക്കുക സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ മുനിയായി, അതായത് സന്യാസം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളോടൊക്കെ വിട വാങ്ങിയിട്ട് വനവാസത്തിന് പോകാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യം ലഭിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു സന്തോഷവും ഇല്ല. ഇത്രയും വലിയ പാപം ചെയ്തിട്ട് എന്ത് സന്തോഷമാണ് എനിക്ക് ഉണ്ടാവാൻ പോകുന്നത്? എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. പരിഗ്രഹം, രാജ്യം, സുഖം ഇതെല്ലാം കൈവിട്ട് കളഞ്ഞാൽ, നേട്ടങ്ങൾ 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 എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പിന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇതെല്ലാം കൈവിട്ട് കളഞ്ഞാൽ നമുക്കൊരു മനഃശാന്തി ലഭിക്കും. അതാണല്ലോ ഋഷിവര്യന്മാർ പറയുന്നത്. അപ്പോൾ എനിക്കും ആ മനഃശാന്തിയാണ് വേണ്ടത്. ഞാൻ മുക്തനായി, ശോകമില്ലാത്തവനായി, ദുഃഖമില്ലാത്തവനായി, ഒന്നുമില്ലാത്തവനായി ഞാൻ പോവാണ്. നിങ്ങൾ രാജ്യം നിങ്ങളുടെ നീതിക്കനുസരിച്ച് പരിപാലിച്ച് നിങ്ങളിവിടെ ജീവിക്കൂ. എനിക്കിതൊന്നും വേണ്ട. രാജ്യവും വേണ്ട, സുഖവും വേണ്ട, അധികാരവും വേണ്ട, പദവിയും വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. ചേട്ടൻ ഇതെല്ലാം കൂടി പറയുന്നത് കേട്ടപ്പോൾ
അനുജന്മാരെല്ലാവരും അസ്വസ്ഥരായി. ആകപ്പാടെ എല്ലാവർക്കും വിഷമമായി. ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ചെന്നിട്ട് ചേട്ടനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. വീരപരാക്രമിയായിരിക്കുന്ന അർജുനൻ പറഞ്ഞു, ഓഹോ, എത്രയോ കഷ്ടപ്പെട്ട് യുദ്ധം ജയിച്ചു, സാമ്രാജ്യശി അടുത്തു വന്നു, അപ്പോ താങ്കൾ ഇതെല്ലാം തിരസ്കരിക്കുകയാണോ? ഈ ബുദ്ധിലാഘവം ഒട്ടും അങ്ങേക്ക് ഉചിതമല്ല. സ്വന്തം ധർമ്മത്താൽ ശത്രുക്കളെ കൊന്ന് രാജ്യം വരെ നമ്മൾ നേടിയിരിക്കുന്നു. ഇപ്പോൾ അതൊന്നും വേണ്ടേ? ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഈ രാജാക്കന്മാരെയൊക്കെ നമ്മൾ എന്തിനാണ് കൊന്നൊടുക്കിയത്? ഇനി സമൃദ്ധമായിരിക്കുന്ന രാജ്യത്തെ ഉപേക്ഷിച്ചിട്ട് ഭിക്ഷാടനത്തിന് പുറപ്പെട്ടാൽ ഈ ജനങ്ങളൊക്കെ എന്താ പറയാ? എന്താ അവരൊക്കെ പറയാ? രാജവംശത്തിൽ പിറന്ന ലോകമൊക്കെ ജയിച്ച ഭവാനായിരിക്കുന്ന അങ്ങ് എന്തിനാ ഈ ഭിക്ഷയെടുത്ത് ഇപ്പൊ ജീവിക്കാൻ പോകുന്നത്? നമ്മുടെ പൂർവികന്മാർ എന്താണ് ചെയ്തത് എന്ന് അങ്ങ് ആലോചിച്ചു നോക്ക്. അവർ ധനമൊക്കെ ശേഖരിച്ച് പ്രജകളുടെ സന്തോഷത്തിനായിട്ടാണ് അതെല്ലാം ചിലവഴിച്ചത്. അതുപോലെ അങ്ങ് ചെയ്യാതിരുന്നാൽ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാത്തതിനുള്ള പാപം അങ്ങയെ ബാധിക്കും. രാജ്യം അങ്ങയുടേതാണ്, അത് അങ്ങ് തന്നെ ഭരിക്കണം, അല്ലാതെ അങ്ങ് ഇങ്ങനെ ഈ ഭിക്ഷാടനത്തിന് പോവരുത് എന്ന് പറഞ്ഞു. ഉടനെ ഭീമസേനൻ പറഞ്ഞു, രാജാവേ, എന്താണ് ഒന്നും ആലോചിക്കാതെ ഇപ്രകാരം ചെയ്യുന്നത്? ഇത് തെറ്റല്ലേ? ആലസ്യത്തിൽ മനസ്സ് പതിച്ച രാജധർമ്മത്തിൽ ഈ ദേഷ്യം അങ്ങക്ക് എങ്ങനെ ഉണ്ടായി? ഇങ്ങനെയാണെങ്കിൽ ഈ ധാർത്തരാഷ്ട്രന്മാരെയൊക്കെ കൊന്നിട്ട് എന്ത് ഫലം കിട്ടി, എന്ത് നേട്ടം കിട്ടി അങ്ങേക്ക്? ഇത്തരം ബുദ്ധിയാണെന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആയുധം എടുക്കില്ലായിരുന്നു. അങ്ങ് ഇതാണ് പരിപാടി എന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആയുധം എടുക്കില്ലായിരുന്നു, ശത്രുക്കളെയും കൊല്ലില്ലായിരുന്നു, കാട്ടിൽ ഭിക്ഷയെടുത്ത് തന്നെ ഞങ്ങൾ ജീവിക്കുമായിരുന്നു. ഞങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലല്ലേ അങ്ങിപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മന്ദബുദ്ധിയായിരിക്കുന്ന അങ്ങയെ ചേട്ടനാണെന്ന് ചിന്തിച്ച് പിന്തുടർന്ന് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ഇപ്പൊ ഞങ്ങളെയൊക്കെ ഒരു വിഡ്ഢികളാക്കി അങ്ങ് ഇതെല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷയെടുക്കാൻ പോകുന്നു. രാജ്യത്തിനെതിരായിരിക്കുന്ന ദുഷ്ടന്മാരെയൊക്കെയല്ലേ നമ്മൾ കൊന്നത്. ഇനി ധർമ്മം എന്താണെന്ന് ആലോചിച്ച് ചിന്തിച്ച് രാജ്യം ഭരിക്കുകയാണ് ചെയ്യേണ്ടത്. ലോകം എല്ലായിടത്തും തങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യണം. അതുകൊണ്ട് അങ്ങ് സ്വന്തം കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ. അല്ലാതെ അങ്ങ് ഇവിടുന്ന് രാജ്യമൊക്കെ നേടി ഇത്രത്തോളം കൊലപാതകവും യുദ്ധവും എല്ലാം നടത്തിയിട്ട് എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഭിക്ഷ എടുക്കാൻ പോയാ പിന്നെ ഞങ്ങളൊക്കെ എന്തിനിത് ചെയ്തു? ഞങ്ങൾ വിഡ്ഢികളായിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്? ആര് പറഞ്ഞു? ഭീമസേനൻ പറഞ്ഞു. അപ്പൊ നകുലൻ പറയാണ്, ദേവന്മാരും പിതൃക്കളുമെല്ലാം കർമ്മം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഗൃഹസ്ഥ കർമ്മം എല്ലാ ആശ്രമങ്ങൾക്കും മേലെയാണെന്നാണ് ആപ്തന്മാർ പറയുന്നത്. എന്താണ്? ഗൃഹസ്ഥ ധർമ്മം, കുടുംബമായി ജീവിക്കുന്നത് എല്ലാത്തിനും മുകളിലാണെന്നാണ് ആപ്തന്മാർ പറയുന്നത്. ധർമ്മപാർജിതമായിരിക്കുന്ന വിത്തൊക്കെ യാഗാദികൾക്കായി ചെലവിട്ട് ജീവാത്മാവായിരിക്കുന്ന രാജാവ് സാത്വിക ത്യാഗിയാകുന്നു.
അപ്പോ നകുലൻ പറയാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും അങ്ങ് ഇവിടുന്ന് രാജ്യവും വിട്ട് പോവാണ്. ഗൃഹം വിട്ട്, അതായത് വീട് വിട്ട് കാട്ടിൽ പോയി താമസിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. അങ്ങ് ഇപ്പോൾ ഗൃഹസ്ഥാശ്രമത്തെ വിട്ട് കാട്ടിലേക്ക് പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാതെ സന്യസിക്കുകയാണെങ്കിൽ കാറ്റിൽപ്പെട്ട മേഘം പോലെ അങ്ങ് ഒന്നും ഇല്ലാതെ ആയിപ്പോവും. ഇപ്പോ അങ്ങേക്ക് ദുഃഖിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല. സ്വകീയമായിരിക്കുന്ന ക്ഷാത്രധർമ്മത്താൽ വെന്ന ഭൂമിയെ പരിപാലിച്ച് ഇവിടെ സുഖമായി അങ്ങ് ജീവിക്കൂ. അല്ലാതെ അങ്ങ് കിടന്നിട്ട് ഇപ്പൊ രാജ്യം വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നും പറഞ്ഞ് ഓടിപ്പോകുന്നതിനോട് യാതൊരു ധർമ്മവും ഞാൻ കാണുന്നില്ല. ഇതാര് പറഞ്ഞു? നകുലൻ പറഞ്ഞു. പിന്നീട് സഹദേവൻ പറയാണ്, രാജാവേ, ബാഹ്യമായിരിക്കുന്ന ദ്രവ്യം ഉപേക്ഷിക്കുന്നത് കൊണ്ട് സിദ്ധി ലഭിക്കില്ല. അതായത് പുറമേയുള്ള കുറെ സാധനങ്ങൾ, രാജ്യവും കാര്യവും പൈസയും ഒക്കെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു സിദ്ധിയും ലഭിക്കാൻ പോണില്ല. ഈ ഒരു ബാഹ്യദ്രവ്യം വിട്ടിട്ട്, അതായത് ഈ സുഖ സൗകര്യങ്ങളെല്ലാം വിട്ടിട്ട് ശരീര സുഖത്തിൽ ആഗ്രഹം വെക്കുന്നവരുടെ ധർമ്മവും സുഖവും ശത്രുക്കൾക്കുണ്ടാവുന്നതാണ്. മനസ്സിലായില്ലേ? ശരീര സുഖം എല്ലാം വിട്ടിട്ട് നാട് ഭരിക്കുന്നവന്റെ ധർമ്മം, സുഖം സുഹൃത്തുക്കൾക്കുണ്ടാവട്ടെ. ബ്രഹ്മമൃത്യുക്കൾ നമ്മിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഇതെല്ലാം ഇങ്ങനെ വിട്ടിട്ട് നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നതുകൊണ്ടൊന്നും ഒരു അർത്ഥവും ഇല്ല. നമ്മുടെ കൈകളിൽ എന്തുണ്ടോ അത് നമ്മൾ ഇല്ലാത്തവർക്ക് വേണ്ടി ഉപയോഗിച്ച് ധർമ്മം നിലനിർത്തുമ്പോഴാണ് ധർമ്മമാവുന്നത്. അല്ലാതെ ഇതൊന്നും ഇനി എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് പോയി ഒരു സ്ഥലത്തിരിക്കുന്നത് കൊണ്ട് ധർമ്മമാവില്ല. ദ്യക്ഷരം തു ഭവേ മൃത്യു ത്രക്ഷരം ബ്രഹ്മശാശ്വതം മമേദീജ ഭവേ മൃത്യൂന മമേദീജ ശാശ്വതം. എന്റെ എന്നുള്ളതാണ് മൃത്യു. അതായത് എന്റെ, എനിക്ക്, ഞാൻ എന്ന ചിന്തയാണ് മരണം. മനസ്സിലായില്ലേ? എന്റെ അല്ല എന്നുള്ളതാണ് ശാശ്വതം. ഇതൊന്നും എന്റേതല്ല, ഇതൊക്കെ ഈശ്വരൻ്റെതാണ്. അങ്ങയുടേതാണ് ഇതൊക്കെ എന്ന് തോന്നുമ്പോഴാണ് അങ്ങേക്ക് ഇതെല്ലാം വിട്ടിട്ട് പോകാൻ തോന്നുന്നത്. ഇതെല്ലാം ഈശ്വരൻ്റെതാണ് എന്ന് അങ്ങ് ചിന്തിക്കുമ്പോൾ പിന്നെ അങ്ങേക്ക് കൈവിടാൻ ഒന്നുമില്ല. അതങ്ങ് മനസ്സിലാക്കണം. അപ്പൊ എന്റെ എന്നുള്ള ആ ഒരു ചിന്ത, അതാണ് തെറ്റ്. അതാണ് യഥാർത്ഥത്തിൽ മരണം. മനസ്സിലായില്ലേ? നമ്മളേടേതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതൊന്നും വിടാൻ ശ്രമിക്കില്ല. നമ്മളേടേതാണ് എന്ന് തോന്നുമ്പോഴാണ് അത് അഹങ്കാരമായി മാറുന്നത്. അതിനെയാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങ് ആ ഭാവത്തോടു കൂടി ഇവിടെ താമസിക്കൂ. ഇതൊന്നും അങ്ങയുടേതല്ല എന്ന ചിന്തയോടുകൂടി അങ്ങ് താമസിക്കൂ. അങ്ങയുടേതല്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങേക്ക് ഒന്നും നഷ്ടപ്പെടുത്താനില്ല. അങ്ങേക്ക് ഇവിടെ തന്നെ താമസിക്കാം. രാജ്യം ഭരിക്കൂ, അത് അങ്ങയുടെ ധർമ്മമാണ്. താപസ വൃത്തിയാണത്. ഒരു താപസൻ പോയി കാട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് തപസ്സിരിക്കല്ല ചെയ്യേണ്ടത്. താപസ വൃത്തി, ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് ഇതൊന്നും എന്റേതല്ല എന്ന നല്ല ചിന്തയോടുകൂടി അങ്ങ് ഈ രാജ്യം ഭരിക്കൂ. അത് അങ്ങ് ചെയ്യുന്ന ഏറ്റവും നല്ല സന്യാസ വൃത്തി തന്നെയാണ്, സന്യാസം തന്നെയാണ്. അതുകൊണ്ട് ഈ ഏകാന്തതയൊക്കെ ഉപേക്ഷിച്ച് പണ്ടുള്ള എന്താ പറയാ സജ്ജനങ്ങൾ, നല്ല ജനങ്ങൾ പോയ വഴിയെ പോകുന്നതാണ് നമ്മുടെ കടമ. പണ്ടുള്ളവരെല്ലാം ഈശ്വരനെ സമർപ്പിച്ചാണ് ജീവിച്ചത്. അഹങ്കാരത്തോടു കൂടി ജീവിച്ചിട്ടില്ല. നമ്മളും അതുപോലെ ജീവിക്കൂ. ഇതാണ് നമ്മുടെ കടമ. സാഗരപര്യന്തമായിരിക്കുന്ന ഭൂമി മുഴുവൻ നേടി അത് ഭുജിക്കാത്ത നൃപൻ ഉചിതജ്ഞനല്ല. ഈ ലോകം മുഴുവൻ നേടിയിട്ട് അത് ഉപയോഗിക്കാത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ഉചിതമായ ഒരു വ്യക്തി അല്ല. ഇതൊന്നും അങ്ങേക്ക് വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്. അങ്ങ് ആരോരുമില്ലാത്തവർക്ക് വേണ്ടി ഉപയോഗിക്കൂ, അർഹതപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കൂ. കാരണം ഇതൊന്നും അങ്ങയുടേതല്ല, ഇതെല്ലാം ഈശ്വരൻ്റെതാണ്. അവന്റെ ജീവിതം പാലാഴിയിലാണ്. മനസ്സിലായില്ലേ? ഭഗവാൻ മതി എന്ന് ചിന്തിക്കുന്നവന്റെ ജീവിതം പാലാഴിയിൽ ഭഗവാനോടൊപ്പമാണ്. അല്ലാതെ ഈ നാട്ടിൽ അവൻ വെറും ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഈശ്വരൻ്റെതാണ്. അങ്ങ് അങ്ങനെ ചിന്തിക്കൂ. കാട്ടിൽ താമസിച്ച് ഫലമൂലാദികളെല്ലാം കഴിച്ച് കാട്ടിലെ വെള്ളവും കുടിച്ച് ജീവിച്ചാലും അവന്റെ മനസ്സില് സ്വത്തിന്റെ മുകളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്നത്? അങ്ങ് കാട്ടിൽ പോയി ഫലമൂലാദികളെല്ലാം കഴിച്ച് കാട്ടരുവിയിലെ വെള്ളവും കുടിച്ച് ജീവിക്കുമ്പോൾ ഞാൻ എന്റേതെല്ലാം വിട്ടുവന്നു എന്ന ചിന്തയാണ് അങ്ങേക്കുള്ളിൽ. അങ്ങേക്ക് വിടാനൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് കാട്ടിലെന്തിനു പോണു? ഇവിടെ തന്നെ ജീവിച്ചാ പോരെ? ഇവിടെ ജീവിച്ചുകൊണ്ട് അങ്ങ് അങ്ങയുടെ ജോലി ചെയ്യൂ, അങ്ങയുടെ ഉത്തരവാദിത്തം ചെയ്യൂ. എനിക്ക് അച്ഛനും അമ്മയും ഭ്രാതാവും ഗുരുവും എല്ലാം അങ്ങ് മാത്രമാണ്. ആര് പറയുന്നു? സഹദേവൻ പറയണം, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും സഹോദരനും ഗുരുവും എല്ലാം അങ്ങ് തന്നെയാണ്. എനിക്ക് വേറെ ആരും ഇല്ല.
അതുകൊണ്ട് എൻ്റെ പ്രലാപങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കും. പിന്നീട് ദ്രൗപദിയാണ് നേരിട്ട് വന്നിട്ട് നമ്മുടെ യുധിഷ്ഠിരനോട് സംസാരിച്ചത്. പാഞ്ചാലി പറയാണ്, മഹാരാജാവേ, അങ്ങയുടെ സഹോദരങ്ങൾ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു കേട്ടില്ലേ? അവരുടെ വിഷമത്തെ പറ്റി, അവരുടെ ദുഃഖത്തെ പറ്റി ഒന്നും അങ്ങ് എന്താ ആലോചിക്കാത്തത്? അങ്ങയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിരിക്കുന്ന അവരെ സന്തോഷിപ്പിക്കാന്ന് പറയുന്നത് അങ്ങയുടെ കടമയല്ലേ? അവരെ സമാധാനിപ്പിക്കുന്നതിന് പകരം അങ്ങ് എന്തിനാ വീണ്ടും വീണ്ടും അവരെ ദുഃഖിപ്പിക്കുന്നത്? ദ്വൈതവനത്തിൽ വെച്ച് അങ്ങ് തന്നെയല്ലേ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ദുര്യോധനാദികളെ കൊന്ന് രാജ്യവും നേടി ഭൂരിദക്ഷിണയോടെ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഈ വനവാസ കാലത്ത് ദുഃഖമെല്ലാം മാറി നിങ്ങൾക്ക് സുഖമുണ്ടാവുമെന്ന് അങ്ങ് തന്നെയല്ലേ വനവാസ കാലത്ത് അങ്ങയുടെ സഹോദരന്മാരോട് പറഞ്ഞത്? അത് വെറും വാക്കായിരുന്നോ? അല്ലാതെ അങ്ങ് അത് പാലിക്കാനല്ലേ ഈ കാര്യങ്ങളൊന്നും അന്ന് പറഞ്ഞത്? ഹേ ധാർമ്മികനായ രാജാവേ, ഞങ്ങളുടെ ഹൃദയത്തെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ദുഷ്ടശിക്ഷണവും ശിഷ്ട സംരക്ഷണവുമാണ് ക്ഷത്രിയരുടെ ധർമ്മം. ദുഷ്ടന്മാരെ എല്ലാവരെയും ശിക്ഷിക്കാം, ശിഷ്ടന്മാരെ എല്ലാം രക്ഷിക്കാം. ഇതല്ലേ ഒരു ക്ഷത്രിയൻ ചെയ്യേണ്ടത്? ഭീഷ്മർ, ദ്രോണർ, കർണൻ, കൃപൻ ഇവരൊക്കെ ജയിച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള എന്താ പറയാ ഈ രാജ്യം അനാഥമാക്കി ഒഴിവാക്കാനാണോ അങ്ങ് ഈ ഒരു തീരുമാനം എടുത്തിവിടെ നിൽക്കുന്നത്? അങ്ങ് ഊഴിയൊക്കെ വിട്ട് തന്നെത്താൻ ആപത്തുണ്ടാക്കി വെക്കാനാണോ അങ്ങയുടെ ഭാവം? ഇതെല്ലാം ഉപേക്ഷിച്ച് അങ്ങ് പോവാണ്. ഇതുകൊണ്ട് എന്താ നേട്ടം? എന്താ അങ്ങയുടെ ലാഭം? എന്ത് സന്തോഷമാണ് അങ്ങേക്ക് കിട്ടുന്നത്? അങ്ങയുടെ പൂർവികന്മാരെ പോലെ ധർമ്മത്തോടു കൂടി അങ്ങ് ഈ രാജ്യം ഭരിക്കൂ, ജനങ്ങളെ സംരക്ഷിക്കൂ, പലതരം യജ്ഞങ്ങൾ അങ്ങ് ചെയ്യൂ, വൈരികളോടുകൂടി അതായത് ശത്രുക്കളോടുകൂടി അങ്ങ് യുദ്ധം ചെയ്യൂ, സജ്ജനങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുക, വിപ്രന്മാർക്കൊക്കെ അങ്ങ് ദാനം ചെയ്യൂ. ഇങ്ങനെ അങ്ങയുടെ ആ ഒരു ക്ഷാത്രം, ആ ഒരു ക്ഷത്രിയ ധർമ്മം എന്താണെന്ന് കാണിക്കേണ്ട ഈ സമയത്ത് ഇങ്ങനെ ഒരു വല്ലാത്ത വിഷമത്തോടുകൂടി അങ്ങ് ഇരിക്കുന്നത് ഒട്ടും ശരിയല്ല. എനിക്കിത് ശരിയായി തോന്നുന്നില്ല. പാഞ്ചാലി പറയാണ്. പാഞ്ചാലി പറഞ്ഞതൊക്കെ കേട്ടപ്പം വിഷമിച്ചോണ്ടിരിക്കുന്ന രാജാവിൻ്റെ അടുത്തേക്ക് ആര് വന്നു? അർജുനൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ദണ്ഡനീതി കൊണ്ട് ലോകം മുഴുവൻ ശരിക്ക് നടക്കുന്നത്. മനസ്സിലായില്ലേ? ദണ്ഡനീതി കൊണ്ടാണ് ഈ ലോകം മുഴുവൻ നടക്കുന്നത്. ലോകത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ക്ഷത്രിയൻ ദണ്ഡം സ്വീകരിക്കുന്നു. അതിൽ ധർമാധർമ്മ ചിന്തയൊന്നുമില്ല. ധർമ്മശാസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തെ സുഖം നൽകാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൽ മുഴുവൻ നന്മയായിട്ടോ മുഴുവൻ തിന്മയായിട്ടോ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളിലും നന്മയും തിന്മയും ഉണ്ടാവും. മുഴുവൻ നന്മ മുഴുവൻ തിന്മ അങ്ങനെയൊന്നും ഈ ലോകത്തില്ല. എല്ലാത്തിലും പാതി നന്മയും പാതി തിന്മയും ഉണ്ടാവും. നാത്യന്തം ഗുണവത്കിഞ്ചിനച്ചാഭ്യത്തന്ത നിർഗുണം ഉഭയം സർവകാര്യേഷു ദൃശ്യന്തേ സാധുസ്വാദുവാ. ഇതിലേറ്റവും നല്ലതേതെന്ന് നോക്കി സ്വീകരിക്കാം. പകുതി ധർമ്മം ഉണ്ടാവും, പകുതി അധർമ്മം ഉണ്ടാവും, പകുതി നന്മയുണ്ടാവും, പകുതി തിന്മയുണ്ടാവും. എന്താണ് ശരി, ഏതാണ് ശരിയെന്ന് നോക്കിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കാം. അതാണ് ശരി, അതാണ് നല്ലത്. നാം ശത്രുക്കളെ കൊന്നതുകൊണ്ട് നമ്മൾ അവരെ അങ്ങ് വിഷമിച്ച് അവരെ കൊന്നു എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അത് നമ്മുടെ ധർമ്മമാണ്. അതുകൊണ്ട് അതിൽ പാപമില്ല. പാപത്തെ പറ്റി വിഷമിക്കുന്നതിലും അർത്ഥമില്ല. അർജുനന്റെ വാക്ക് കേട്ടപ്പം ദേഷ്യം വന്ന ഭീമൻ ധൈര്യത്തോടുകൂടി യുധിഷ്ഠിരനോട് വീണ്ടും വന്ന് പറയാണ്, രാജാവേ, അങ്ങ് ധർമ്മജ്ഞനല്ലോ. എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ എന്താ പറയേണ്ടത്? ഭവാന്റെ ദുഃഖം മൂലം എല്ലാം സംശയത്തിലായി മാറിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് വൈക്ലഭ്യം, ദുർബലത വന്നുകൂടിയിരിക്കുകയാണ്. സർവശാസ്ത്ര വിശാരദനായിരിക്കുന്ന അങ്ങ് എന്തിനാ ഇങ്ങനെ ധൈര്യം കൊണ്ട് ഒരു വിഡ്ഢിയെ പോലെ പെരുമാറുന്നത്? വ്യാധി ശരീരത്തിനും മനസ്സിനൊക്കെ ഉണ്ടാവും. വിഷമവും രോഗമൊക്കെ ശരീരത്തിനും മനസ്സിനൊക്കെ വരും. രണ്ടും അനർത്ഥമാണ്. യാതൊരു ആവശ്യവും കാര്യവും ഇല്ല. രണ്ടിനെയും പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഒരു ബുദ്ധിയുള്ള വ്യക്തി ചിന്തിക്കേണ്ടത്. രോഗം വന്നാലും ദുഃഖം വന്നാലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ബുദ്ധിമാൻ.
അല്ലാതെ അതിൽ തന്നെ കിടക്കുന്നവൻ ബുദ്ധിമാനൊന്നും അല്ല. നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എന്താ അങ്ങ് ചിന്തിക്കാത്തത്? ഇനിയെങ്കിലും നമ്മുടെ പൂർവികന്മാരുടെ മാതൃക ആ വഴിയൊന്ന് സ്വീകരിച്ചിട്ട് രാജ്യം യഥോചിതത്തിൽ ഭരിക്കല്ലേ ചെയ്യേണ്ടത്? വിധിപ്രകാരം അശ്വമേധ യാഗം ഭൂരിദക്ഷിണയോടുകൂടി നടത്തേണ്ടവനല്ലേ അങ്ങ്? രാജാവേ, ഞങ്ങൾ അങ്ങയുടെ കിങ്കരന്മാരാണ്. വീരവാനായിരിക്കുന്ന വാസുദേവനും അങ്ങയുടെ ആദേശകാരിയായിട്ട് കൂടെയുണ്ട്. സന്യാസ ചിന്തയൊക്കെ അങ്ങ് ഉപേക്ഷിക്കൂ, അതൊന്നും വേണ്ട. ഉടനെ ധർമ്മപുത്രൻ ഒരു ദൃഢനിശ്ചയം എടുക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ടും ധർമ്മപുത്രന്റെ മനസ്സിന് ഒരു മാറ്റവും ഇല്ല. അദ്ദേഹം പറയാണ്, നിങ്ങളെല്ലാം പറയുന്നത് പോലെ രാജ്യം എന്നുള്ള ഒരു ആഗ്രഹവും ആസക്തിയൊന്നും എനിക്കില്ല. ലോഭിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, ആഗ്രഹിക്കുന്നവന് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. കാരണം ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അവൻ എപ്പോഴും അസ്വസ്ഥനായിരിക്കും. ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ അവൻ അസ്വസ്ഥനായിരിക്കും. സാമ്രാജ്യ ആധിപത്യം ആഗ്രഹിക്കുന്ന രാജാവിനും ഒരു വയറേ ഉള്ളൂ. പക്ഷെ എന്ത് കിട്ടിയാലും തീരാത്ത വിശപ്പാണ് ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവനുള്ളത്. ഒരു മനുഷ്യന് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവൻ എന്ത് കിട്ടിയാലും വിശപ്പ് മാറൂല. ആശ എപ്പോഴും ദുഃഖമാണ് നൽകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും നമുക്ക് ദുഃഖം നൽകിക്കൊണ്ടേയിരിക്കും. ഒരു സാമ്രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയേക്കാൾ അകിഞ്ചനായിരിക്കുന്ന തപസി സുഖമായിട്ടിരിക്കുന്നു. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് എപ്പോഴും വിഷമിച്ചു കൊണ്ടേയിരിക്കും. കാരണം എന്താ? അതുപോരാ, ഇതുപോരാ, ആ രാജ്യം വേണം, ഈ രാജ്യം വേണം എന്ന ചിന്ത അലട്ടിക്കൊണ്ടിരിക്കും. ഇതൊന്നും ചിന്തിക്കാത്ത ഒരു തപസിയാണെങ്കിലോ സ്വസ്ഥമായിട്ട് എവിടെങ്കിലും ഇരിക്കും. സംസാര പദാർത്ഥങ്ങളുടെ സമൃദ്ധിയെല്ലാം നിസ്സംഗതയാണ് ഒരുവനെ സംതൃപ്തനും സുഖിയുമാക്കി തീർക്കുന്നത്. ഈ സംസാര ലോകത്ത്, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരു വ്യക്തിയെ സംതൃപ്തനാക്കുന്നതും സുഖിയാക്കുന്നത് എന്താണ്? നേട്ടങ്ങളുടെ സമൃദ്ധി കൊണ്ടല്ല, എല്ലാം ഉപേക്ഷിക്കുമ്പോൾ കിട്ടുന്ന മനസമാധാനം കൊണ്ടാണ് അവന് സമാധാനം ലഭിക്കുന്നത്. നേട്ടം വേണം, നേട്ടം വേണം, അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്ന് ചിന്തിച്ചാൽ അവൻ ഒരിക്കലും മനസമാധാനം കിട്ടൂല. എല്ലാം ഉപേക്ഷിക്കുന്നവനോ സമാധാനം കിട്ടും. അറിയാതെയാണ് നിങ്ങൾ രാജ്യലോഭം കൊണ്ട് ഇങ്ങനെ എല്ലാം പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഈ രാജ്യത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ത്യാഗ ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിസ്സംഗനായിരിക്കുന്ന ജനകരാജാവ് പണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അനന്തം ബദമേ വിത്തം യസ്യമേ നാസ്തി കിഞ്ചന മിഥിലായാം പ്രദീപ്യാധായാം നമേ നശ്യന്തി കിഞ്ചന. നിസ്വനായിരിക്കുന്ന എന്റെ വിത്തം അനന്തമാണ്. മിഥില മുഴുവൻ കത്തി എരിഞ്ഞാലും എനിക്കൊന്നും നഷ്ടപ്പെടില്ല. ജനക മഹാരാജാവ് പറഞ്ഞാണ്, ഈ മിഥിലാപുരി മുഴുവൻ കത്തി തീർന്നാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ആഗ്രഹിക്കുന്നവനും വിഷയങ്ങൾക്ക് മനസ്സ് കൊടുക്കുന്നവനും ശാന്തിയോ മുക്തിയോ ലഭിക്കില്ല. എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തി, എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ പോയി ഇങ്ങനെ സങ്കടപ്പെടുന്ന വ്യക്തികൾക്ക് ഒരിക്കലും മനസമാധാനം കിട്ടില്ല. അവന് ശാന്തിയും കിട്ടൂല, മുക്തിയും കിട്ടൂല. ജ്ഞാനവും തപസ്സുമാണ് മുക്തിക്കുള്ള മാർഗം. അറിവും ജപവും ധ്യാനവും ഒക്കെ തന്നെയാണ് മുക്തി നേടാനുള്ള ഏക വഴി. അല്ലാതെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ടിരുന്നാൽ, നേട്ടങ്ങൾ 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 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും മനസമാധാനം കിട്ടൂല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആരാ പറഞ്ഞത്? ജനക മഹാരാജാവ്. അപ്പൊ അർജുനൻ വീണ്ടും പറയണം, മഹാരാജാവേ, അങ്ങ് ജനക മഹാരാജാവിന്റെ ഉദാഹരണം പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ മാർഗം അനുസരിക്കാനാണ് ഞങ്ങളും പറയുന്നത്. അങ്ങിപ്പോ ജനക മഹാരാജാവല്ലേ പറഞ്ഞു എന്നല്ലേ അങ്ങ് പറയുന്നത്? ആ ജനക മഹാരാജാവിന്റെ വഴി എന്താണോ ആ വഴിക്ക് പോകാനാണ് ഞാനും പറയുന്നത്. ജനകനും ഭാര്യയും തമ്മിലുള്ള സംസാരം അങ്ങേക്ക് അറിയുന്ന കാര്യല്ലേ? ജനകൻ എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി പോകാൻ പുറപ്പെട്ടപ്പോ ഭാര്യ അദ്ദേഹത്തോട് എന്താ പറഞ്ഞത്? രാജാവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? വിശാലമായ രാജ്യത്തെയും സമ്പന്നമായിരിക്കുന്ന ഈ വീടും സ്നേഹശീലരായിരിക്കുന്ന ജനങ്ങളെയെല്ലാം ഉപേക്ഷിച്ചു പോയാൽ കൂടുതൽ ശാന്തി കിട്ടുന്നാണോ അങ്ങ് ചിന്തിക്കുന്നത്? വളരെ വലുതും നിശ്ചയവുമായിരിക്കുന്ന സമ്പത്തിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി യാചിച്ച് കിട്ടുന്ന അന്നം കൊണ്ട് ജീവിക്കുന്നതിൽ മനസ്സെന്നും തൃപ്തി ഉണ്ടാവോ രാജാവേ? ദേവന്മാരെയും പിതൃക്കളെയും മനുഷ്യന്മാരെയെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തെക്കാൾ വലുതായിട്ട് എന്താ ഉള്ളത്? എന്താ ഉള്ളത്? ഒന്നുമില്ല. ജ്ഞാന ദുർലഭർ, അതായത് അറിവ് കുറഞ്ഞ വ്യക്തികൾ, ശാസ്ത്രബോധമില്ലാത്തവരുമാണ് സന്യാസത്തിനും കാഷായ വസ്ത്രധാരണത്തിനൊക്കെ പുറപ്പെടുന്നത്. മനസ്സിലായില്ലേ? അറിവില്ലാത്തവരും ശാസ്ത്രബോധമില്ലാത്തവരുമാണ് ഈ കാവി വസ്ത്രമിട്ട് ഇങ്ങനെ സന്യസിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്.
അവർക്ക് ഈ ലോകത്തെക്കുറിച്ചും പരലോകത്തെ പറ്റിയുള്ള ഗതിയെക്കുറിച്ചും ഒന്നും അറിയില്ല. സ്വന്തം ധർമ്മം ആചരിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയാത്തതായി ലോകമേതാണുള്ളത്? സ്വന്തം ധർമ്മം ആചരിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയാത്ത ഏത് ലോകമാണുള്ളത് മഹാരാജാവേ? ജനക മഹാരാജാവിന്റെ ഭാര്യ ചോദിച്ചതാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരാ ഉള്ളത്? എല്ലാവരെയും തൃപ്തിപ്പെടുത്തി സന്തോഷപ്പെടുത്തി ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവനേക്കാൾ ശ്രേഷ്ഠൻ ആരാ രാജാവേ ഉള്ളത്? അതിനാൽ രാജ്യം ഭരിച്ച് സ്വന്തം ധർമ്മം അനുഷ്ഠിക്കൂ രാജാവേ, അല്ലാതെ കാവി വസ്ത്രം ഇട്ടുകൊണ്ട് സന്യാസം ഒന്നും പറഞ്ഞുകൊണ്ട് പോകാതിരിക്കൂ രാജാവേ. ഗൃഹസ്ഥൻ സ്വന്തം ധർമ്മം ഉപേക്ഷിച്ചാൽ ദേവന്മാരെയും പിതൃക്കളെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? സ്വന്തം ഭാര്യയെയും കുട്ടികളെയും നോക്കാതെ സന്യസിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു, അല്ലെങ്കിൽ അമ്മയെ അച്ഛനെയും സഹോദരങ്ങളെയും നോക്കാതെ കാവി വസ്ത്രോട്ട് ജീവിതത്തിൽ ഒളിച്ചോടുന്നവൻ ഒരിക്കലും നന്മയുള്ളവനല്ല. അവൻ ഈശ്വരനെയും പിതൃക്കളെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? രാജാവ് രാജ്യം ഉപേക്ഷിച്ചാൽ അത് പ്രജകളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നിസ്സംഗ ജീവിതത്തിലും ഗൃഹത്തിലും സാധ്യമാണത്. നിങ്ങൾക്ക് സന്യസിക്കണോ? നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കൂ, അല്ലാതെ അതിന് നിങ്ങൾ കാവി ഇട്ടുകൊണ്ട് ലോകം ചുറ്റേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് ജനക മഹാരാജാവിന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ഗൃഹസ്ഥനായി നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും അച്ഛനെയും അമ്മയും പേരക്കുട്ടികളെയും സംരക്ഷിച്ചും സ്നേഹിച്ചും ഉപദേശിച്ചും അവർക്ക് താങ്ങും തണലുമായി ലോകർക്ക് നന്മ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കൂ. അതുതന്നെയാണ് ഏറ്റവും നല്ല മാർഗം. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സത്യവും നീതിയും ന്യായവും ധർമ്മവും എല്ലാം. അല്ലാതെ ഒരു കാവി വസ്ത്രം ഇട്ടുകൊണ്ട് ഞാൻ സന്യാസിയാണെന്നും പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒരിക്കലും ശരിയായ വഴിയല്ല എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു? ജനക മഹാരാജാവിന്റെ ഭാര്യ ജനക മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. രാഗദ്വേഷങ്ങൾ നീങ്ങുന്നില്ലെങ്കിൽ സന്യസിച്ചിട്ട് എന്താണ് കാര്യം? നിങ്ങൾ സന്യസിക്കാൻ പോയാലും നിങ്ങൾക്കുള്ളിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതില്ല എന്ന് എത്ര പറഞ്ഞാലും ഉണ്ടാവും. കാരണം മനുഷ്യനാണ്. മനുഷ്യൻ ആഗ്രഹങ്ങളില്ലാത്ത ഒരു വ്യക്തിയുമില്ല. അത് ആത്മവഞ്ചനയാണ്. ആഗ്രഹങ്ങളില്ല എന്നും പറഞ്ഞ് ജീവിക്കുന്നത് ആത്മവഞ്ചനയാണ്. എന്തിനാണ് സ്വന്തം ആത്മാവിനെ വഞ്ചിച്ചിട്ട് ഇങ്ങനെ ലോകർക്ക് മുമ്പിൽ പ്രഹസനം കാണിച്ച് ജീവിക്കുന്നത്? അതുകൊണ്ട് കൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ട് രാജ്യം ഭരിച്ച് സ്വന്തം ധർമ്മം ആചരിക്കൂ രാജാവേ. അതുകൊണ്ടാണ് അങ്ങേക്ക് ശ്രേയസ് ഉണ്ടാവാൻ പോകുന്നത്. ഭാര്യയുടെ വാക്ക് കേട്ടപ്പോ ജനക മഹാരാജാവ് എന്തേത്? സ്വന്തം ധർമ്മം അങ്ങ് ആചരിക്കാൻ തുടങ്ങി. മഹാജ്ഞാനിയായിരിക്കുന്ന ജനകന് പോലും മൗഢ്യമുണ്ടായപ്പോൾ അങ്ങേക്ക് അതുണ്ടായതിൽ യാതൊരു ആശ്ചര്യവും ഇല്ല. അർജുനൻ പറയാണ്, മഹാജ്ഞാനിയാണ് ആര്? ജനക മഹാരാജാവ്. അദ്ദേഹത്തിന് പോലും പെട്ടെന്നൊരു സമയത്ത് ഇങ്ങനെ മനസ്സിനൊരു വിഭ്രാന്തി പോലെ വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്റ്റക്കായി. അപ്പൊ അത്രയും വലിയ പരമാത്മാവായിരിക്കുന്ന അല്ലെങ്കിൽ മഹത് വ്യക്തിയായിരിക്കുന്ന ജനക മഹാരാജാവിന് പോലും അങ്ങനെ ഒരു സമയം വന്നപ്പോൾ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. സ്വന്തം ധർമ്മത്തെക്കാൾ വലുതായിട്ട് ഒന്നുമില്ല ഈ ജീവിതത്തിൽ. നമ്മൾ ഈ ഭൂമിയിൽ ഈ സമയം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട്, ധർമ്മങ്ങളുണ്ട്. അത് ചെയ്യുന്നതിനേക്കാൾ വലുതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. അതിനെ ഉപേക്ഷിക്കുന്നതിൽ പരം മൗഢ്യവും ഒന്നുമില്ല. മനസ്സിലായില്ലേ? ആ ധർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തം ഒന്നുമില്ല. ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ സ്വന്തം ധർമ്മങ്ങളിൽ സ്വന്തം കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത്. റിസ്കുകൾ ഒരുപാടുണ്ടാവും ജീവിതത്തിൽ, ഒരുപാട് റിസ്കുകൾ ഉണ്ടാവും. ഏറെക്കുറെ ഇഷ്ടം പോലെ റിസ്കുകൾ ഉണ്ടാവും. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു റിസ്ക് ആണ്. ആ കടമ്പ കടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ കടമ്പ നമ്മൾ കടക്കണം. പ്രതിസന്ധികളുടെ ഒരു പേമാരി തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. വലിയ എവറസ്റ്റ് കൊടുമുടി തന്നെ വന്ന് നിൽക്കും. ഉടനെ മുട്ടുകുത്തല്ല വേണ്ടത്, ആ എവറസ്റ്റ് കൊടുമുടിയെയും നമ്മൾ താണ്ടണം. അതാണ് യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പല സ്ഥലത്തും നമ്മൾ വീണു പോകാം, പല സ്ഥലത്തും ഒറ്റപ്പെട്ടേക്കാം, പല സ്ഥലത്തും അപമാനിക്കപ്പെട്ടേക്കാം, പല സ്ഥലത്തും ധാരധാരയായി കണ്ണീരൊഴുകാം. അവിടെയൊന്നും മുട്ടുകുത്തി നമ്മൾ അയ്യോ പത്തോന്നും പറഞ്ഞ് കിടക്കരുത്. വീണ്ടും എഴുന്നേൽക്കണം. ചിലപ്പോൾ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവില്ല, എന്നാലും എഴുന്നേൽക്കണം. എന്നിട്ട് മുന്നോട്ട് പോണം. അതിനെയാണ് സ്വന്തം ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്നവന് മാത്രമേ മോക്ഷം ലഭിക്കൂ, അല്ലാത്തവന് മോക്ഷം ലഭിക്കില്ല. അല്ലാതെ ഒളിച്ചോടരുത് ജീവിതത്തിൽ നിന്ന്. ആത്മഹത്യയൊന്നും ഒന്നിനും പരിഹാരമല്ല. എന്റെ ഭർത്താവ് പോയി, എന്റെ ഭാര്യ പോയി, എന്റെ മക്കള് പോയി, എന്റെ സഹോദരങ്ങൾ പോയി, എന്റെ അവര് പോയി, ഇവര് പോയി, ജോലി പോയി, ഉള്ള വീടും പോയി എന്നും പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തവൻ അവൻ വിഡ്ഢിയാണ്. അവൻ തോറ്റു പിന്മാറിയവനാണ്.
എല്ലാം പോയിക്കോട്ടെ, വിശാലമായ തെരുവ് എനിക്ക് കിടക്കണ്ടെന്നും പറഞ്ഞ് പോയി തെരുവിൽ കിടന്നേക്കണം. അങ്ങനെ ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്. അവനാണ് ഇഹലോകത്തിലും പരലോകത്തിലും മുക്തി ലഭിക്കുന്നവൻ. മനസ്സിലായില്ലേ? അല്ലാതെ തോൽവിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നവൻ ഒരിക്കലും ഈശ്വരനിൽ അഭയം തേടിയവനല്ല, ഈശ്വരന്റെ വാക്കുകളെ അനുസരിക്കുന്നവനല്ല, ധർമ്മത്തെ മുറുകെ പിടിച്ചവനല്ല. ഒരു കാവി വസ്ത്രം എടുത്തിട്ടിട്ട് ഞാൻ സർവ്വതും ഉപേക്ഷിച്ചെന്ന് പറയുന്ന സന്യാസിയേക്കാൾ ഉത്തമനാണ് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിക്കുന്നവൻ. കാരണം മനുഷ്യനായി പിറന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, നിശ്ചയമായിട്ടുണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മുടെ ശരീരത്തോടുള്ള ആഗ്രഹമെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ ശരീരത്തിൽ അസുഖം വന്നാൽ ചികിത്സിക്കാൻ പോകരുത്. ശരീരത്തോട് പോലും ആസക്തി ഇല്ലാത്തവനാണ് ആര്? യഥാർത്ഥ സന്യാസി എന്ന് പറയുന്നത്, അല്ലെ? ശരീരത്തോട് ആസക്തി ഉള്ളവൻ സന്യാസം സ്വീകരിച്ചവനല്ല. ഒരു സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ശരീരം പോലും ചിന്തിക്കില്ല. അവൻ സദാ സന്യസിച്ചുകൊണ്ടിരിക്കും. കാരണം അവൻ ആത്മാവിലേക്ക് മാത്രമേ നോക്കൂ, അവൻ ശരീരത്തിലേക്ക് നോക്കില്ല. അപ്പം ഒരു യഥാർത്ഥ സന്യാസി സമസ്തമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പുറത്തു വന്നവനായിരിക്കണം. അല്ലാത്തവൻ ഒരു സന്യാസി എന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പം ജീവിതത്തിൽ സന്യസിക്കാൻ പോകുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന വ്യക്തികളാണ്. അല്ലാത്ത വ്യക്തികൾ നമ്മുടെ ശ്രീല പ്രഭുപാജിയെ പോലെയുള്ളവരായിരിക്കും, നമ്മുടെ ജയപതാക് മഹാരാജിനെ പോലെയുള്ളവരായിരിക്കും. അവരൊന്നും അതേക്കുറിച്ച് ബോധയുടെ അല്ല, കൺസേണേ അല്ല. ജയപതാക് മഹാരാജിന് ഒട്ടും വയ്യ. എന്നിട്ടും അദ്ദേഹം പ്രചരണം എന്ന് പറഞ്ഞ് നടക്കാണ്. അദ്ദേഹത്തിന് ഒപ്പമുള്ള ശിഷ്യന്മാരുടെയും ആ ഇസ്കോണിന്റെയും ഭയങ്കരമായ ഒരു പ്രഷർ കൊണ്ടാണ് അദ്ദേഹം ചികിത്സയ്ക്ക് പോലും തയ്യാറാവുന്നത്. അവിടെയും കിടന്ന് അദ്ദേഹം പ്രചരണം ചെയ്യും, അവിടെയും കിടന്ന് ജപിക്കും, അവസാന ശ്വാസം വരെ ചെയ്യും. ശ്രീല പ്രഭുപാജി ആണെങ്കിലോ മരണക്കിടക്കയിൽ വെച്ചിട്ട് പോലും പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഭക്ഷണം എന്താണ്, അതെന്താണ്, ഇതൊന്നും അദ്ദേഹത്തിന് കൺസേണേ അല്ല. അപ്പൊ അങ്ങനെയുള്ള സന്യാസിമാരെ ഇന്ന് കാണാൻ കിട്ടൂല. വിഷയസുഖങ്ങളിൽ ആസക്തിയുള്ളവനെ സന്യാസി എന്നും പറയാൻ പറ്റത്തില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ധർമ്മപുത്രൻ അർജുനനോട് പറയാണ്, ഹേ അർജുന, നീ വില്ലാളി വീരനും അജയനുമായിരിക്കുന്ന യോദ്ധാവാണ്. എന്നാൽ ശാസ്ത്രവും ധർമ്മരഹസ്യവും ഒന്നും നിനക്കറിഞ്ഞൂടാ. ഈ ലോകത്തെക്കുറിച്ചും പരലോകത്തെ പറ്റിയുള്ള ശാസ്ത്രമെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. ധർമ്മത്തിന്റെയും കർമ്മത്തിന്റെയും ഗതിയെ പറ്റിയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അർജുന. ശാസ്ത്രാർത്ഥം അറിവുള്ള അതറിയാനുള്ള അറിവൊന്നും നിനക്കില്ല. അതുകൊണ്ട് സഹോദര സ്നേഹം കൊണ്ട് അന്ധനായിട്ടാണ് നീ ഇതുപോലെയൊക്കെ പറയുന്നത്. ഞാൻ സഹോദരനാണ്, ആ സഹോദരനോടുള്ള സ്നേഹത്തിന്റെ അന്ധത കൊണ്ടാണ് നീ എന്നെ ഈ രീതിയിൽ ഉപദേശിക്കുന്നത്. സൂക്ഷ്മതരമായിരിക്കുന്ന ധർമ്മത്തെ പറ്റി പറഞ്ഞ് എന്നോട് നിനക്ക് വിജയിക്കാൻ കഴിയില്ല അർജുന. ധനത്തിന് നീ കാണിക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് തുച്ഛമാണ്. പൈസയ്ക്ക് നീ ഭയങ്കര പ്രാധാന്യം കാണിക്കുന്നു. ഈ ലോകത്തിലെ സുഖങ്ങൾക്ക് അത് സഹായമാണ്, പണം സഹായം തന്നെയാണ് ഈ ലോകത്തിലുള്ള സുഖങ്ങൾക്ക്. മനുഷ്യന് അതിലൊരു പ്രാധാന്യവും ഇല്ല. മനസ്സിലായല്ലോ? ജിതേന്ദ്രിയന്മാരായി തൃഷ്ണ ഉപേക്ഷിച്ച് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ദേഹത്തിൽ അഭിമാനം വിട്ട് അരണ്യവാസികളായിരിക്കുന്ന ത്യാഗികൾ ഉത്തമ ലോകങ്ങൾ നേടിയിട്ടുണ്ട്. മനസ്സിലായില്ല? എന്താണ് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ദേഹത്തിൽ, അതായത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ ശരീരത്തിന്റെ അഭിമാനമൊക്കെ വിട്ടിട്ട് കാട്ടിൽ പോയി ജീവിക്കുന്ന ത്യാഗികൾ ഉത്തമ ലോകങ്ങൾ നേടിയിട്ടുണ്ട്, വലിയ വലിയ ലോകങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് സന്യാസിമാരുണ്ടെങ്കിൽ അവർ AC റൂമിലാണ് കിടന്നുറങ്ങുന്നത്, ബെൻസിലൊക്കെ യാത്ര ചെയ്യുന്നത്. അവരൊന്നും ഒരിക്കലും ആരണ്യവാസികളായി ജീവിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സന്യാസിമാരെ കുറിച്ചിട്ടല്ല ഇവിടെ യുധിഷ്ഠിരൻ പറയുന്നത്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ കാട്ടിൻ്റെ ഉള്ളിൽ പോയി തപസ് ചെയ്യുന്നവരാണ് ഉത്തമമായ ലോകങ്ങൾ നേടിയത്. അനർത്ഥമായിരിക്കുന്ന അർത്ഥത്തെ സേവിച്ചിട്ട് പലരും സംസാര സാഗരത്തിൽ നിന്ന് കരകയറാതെ വിഷമിക്കുന്നത് നീ കാണുന്നില്ലേ? ഈ ലോകത്തിലെ സംസാര സാഗരത്തിൽ നിന്ന് കരകയറാൻ പറ്റാതെ എത്ര കോടി ജനങ്ങൾ വിഷമിക്കുന്നു. ഉത്തമമായ മാർഗം സ്വീകരിക്കുന്നതല്ലേ ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യം. ശരിയായ വഴി നോക്കി ജീവിക്കുന്നതല്ലേ ഒരു ബുദ്ധിയുള്ളവന് ചേർന്നത്. അതിന് വിശ്രുതന്മാരായിരിക്കുന്ന പ്രാതാജ്ഞന്മാർ സ്വീകരിച്ചിട്ടുള്ള മാർഗമാണ് സ്വീകാര്യമായിട്ടുള്ളത്. ത്യാഗം കൊണ്ടേ സുഖം കിട്ടൂ, അല്ലാതെ ഒരിക്കലും ത്യാഗമില്ലാതെ സുഖം കിട്ടില്ല. ത്യജിക്കൂ, ഉപേക്ഷിക്കൂ, സുഖം ലഭിക്കും. മനസ്സിലായില്ലേ? ത്യാഗമാണ് ഏറ്റവും വലിയ വഴി, സമാധാനത്തിനുള്ള വഴി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് ത്യാഗമാണ്. ധർമ്മപുത്രന്റെ ഈ വാക്കുകൾക്ക് ദേവസ്ഥാന മഹർഷിയാണ് ഉത്തരം കൊടുക്കുന്നത്. അദ്ദേഹം പറയാണ്, അല്ലയോ മഹാരാജാവേ, ധർമ്മത്തിൽ ലോകം മുഴുവൻ ജയിച്ചിട്ട് അത്
കൈവിടാൻ പാടില്ല മഹാരാജാവേ. അങ്ങ് ധർമ്മിഷ്ഠനായിട്ടാണ് ഈ ലോകം മുഴുവൻ ജയിച്ചിരിക്കുന്നത്. അധർമ്മം കൊണ്ടല്ല അങ്ങ് ഈ ലോകം ജയിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് അങ്ങ് അത് കൈവിടുന്നത്? ഭൂരി ദക്ഷിണകളോട് കൂടിയിരിക്കുന്ന യജ്ഞങ്ങൾ അങ്ങ് ചെയ്യൂ. ധനം ദാതാവ് യജ്ഞത്തിനായി തീർത്തതാണ്. അങ്ങ് ഈ പറയുന്ന പണം അത് യജ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കും. യജ്ഞാനുഷ്ഠാനം കൊണ്ട് സർവകാമങ്ങളും നേടിയിട്ടുള്ള പലരുടെയും കഥ അങ്ങേക്ക് അറിയില്ലേ? മനുഷ്യർ യജ്ഞം കൊണ്ട് ദേവന്മാരെ പോലും ജയിച്ചിട്ടുണ്ട്. പണ്ട് ബൃഹസ്പതി ഇന്ദ്രനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സന്തോഷോ വൈ സ്വർഗമത സന്തോഷാ പരമസുഖം തുഷ്ടേർനാ കിംചിത് പരദാസാസ്യമ്മ പ്രതിഷ്ഠതി യഥാ സംഹരദേ കാമാൻ കൂർമോങ്കാനീവ സർവശഃ തഥാത്മാ ജ്യോതിരാചിരാ സ്വാത്മാനേവ്യ പ്രസീദതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? സന്തോഷമാണ് സ്വർഗം. മനസ്സിലായില്ലേ? സന്തോഷമാണ് പരമസുഖം. സന്തോഷത്തെക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. ആമ തൻ്റെ അവയവങ്ങളെ പോലെ കാമങ്ങളെയൊക്കെ അടക്കുകയാണെങ്കിൽ ആത്മജ്യോതിസ് സ്വന്തം ആത്മാവിൽ തന്നെ പ്രകാശിക്കും. ആമ തൻ്റെ അവയവങ്ങളെയെല്ലാം ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കും, അല്ലെ? അതിന്റെ പുറംചട്ടയ്ക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കും. അതേപോലെ നമ്മളും നമ്മുടെ സന്തോഷങ്ങളെയും ആഗ്രഹങ്ങളെയെല്ലാം ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവ് ഇങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങും. അതേസമയം ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുകയാണെങ്കിൽ നമ്മുടെ ആത്മാവ് പ്രകാശിക്കില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനുള്ള ഉത്തമമായിരിക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ സ്വന്തം ധർമ്മം എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ധർമ്മം എന്താണോ അത് നമ്മൾ ചെയ്യാം. ഇത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. ആത്മാവ് പ്രകാശിക്കണമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. രാജാവ് ധർമ്മത്തോടുകൂടി പ്രജകളെ നയിക്കണം. അത് അങ്ങയുടെ കടമയാണ്. ദുർജനങ്ങളെ, അതായത് മോശം ജനങ്ങളെയും ഹിംസകരെയെല്ലാം നിലക്കി നിർത്തിക്കൊണ്ട് പാവങ്ങളെയെല്ലാം സംരക്ഷിക്കണം. ഇങ്ങനെ ഈ ലോകത്തും പരലോകത്തും ഒക്കെ അങ്ങേക്ക് ശ്രേയസ് ഉണ്ടാവും. നിർവാണം പ്രാപിക്കുവാൻ വളരെ വിഘ്നങ്ങൾ സഹിക്കുകയും ക്ലേശങ്ങളോട് മല്ലിടുകയും വേണം. നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ഒരുപാട് ദുഃഖങ്ങൾ സഹിക്കണം. ഒരുപാട് പ്രശ്നങ്ങളോട് നമ്മൾ മല്ലിടണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുക. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ അഭിപ്രായം. ഇത് കേട്ടിട്ടും ദുഃഖത്തോടെ ഇരിക്കുന്ന, മൗനത്തോടെ ഇരിക്കുന്ന രാജാവിനോട് അർജുനൻ വീണ്ടും സംസാരിക്കാൻ വരികയാണ്. ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടും ഇങ്ങനെ വിഷമിക്കുന്നത് ശരിയല്ല ചേട്ടാ. യുദ്ധത്തിൽ മരിക്കുന്നതും ക്ഷത്രിയന്മാർക്ക് വിധിച്ചിട്ടുള്ള കാര്യമാണ്. ത്യാഗവും തപസ്സും സാധനയൊക്കെ ബ്രാഹ്മണർക്ക് വിധിച്ചിട്ടുള്ള കാര്യമാണ് ചേട്ടാ. ക്ഷത്രിയന്മാർക്ക് ശൗര്യവും വീര്യവും യുദ്ധവും ഒക്കെ വിധിച്ച കാര്യമാണ്. അതുകൊണ്ട് യഥാവിധി യജ്ഞദാനങ്ങളൊക്കെ ചെയ്ത് രാജ്യധർമ്മം അങ്ങ് അനുഷ്ഠിക്കൂ. അങ്ങ് ഇപ്പൊ ചെയ്യേണ്ടത് ഇതാണ് എന്ന് അർജുനൻ പറഞ്ഞിട്ടും നമ്മുടെ ധർമ്മപുത്രൻ ഇങ്ങനെ മൗനത്തോടെ ഇരിക്കുകയാണ്. മിണ്ടുന്നില്ല, മിണ്ടാട്ടല്ല ധർമ്മപുത്രൻ. ഇത്രയും പേര് ഉപദേശിച്ചിട്ടും. പിന്നീട് ആര് വന്നു? വ്യാസൻ വന്നു. വ്യാസൻ വന്ന് ധർമ്മപുത്രരെ ഉപദേശിക്കാൻ തുടങ്ങി. വ്യാസൻ പറഞ്ഞു, യുധിഷ്ഠിര, അർജുനന്റെ വാക്കുകളൊക്കെ സത്യമാണ്. ശാസ്ത്രസമ്മതമായിരിക്കുന്ന ശ്രേഷ്ഠധർമ്മം എന്ന് പറഞ്ഞാൽ ഗ്രാഹസ്ഥ്യമാണ്. അങ്ങ് എന്തിനാണ് ഈ ഗൃഹസ്ഥാശ്രമം വിട്ട് ഓടുന്നത്? അങ്ങൊരു ഗൃഹസ്ഥനല്ലേ? അങ്ങയുടെ ധർമ്മം അതാണ്. അത് സ്വീകരിച്ചിട്ട് അങ്ങ് ധർമ്മം അനുഷ്ഠിക്കൂ. അങ്ങ് അല്ല ഓടിപ്പോവാണെങ്കിൽ അങ്ങയുടെ ധർമ്മമാണ് അങ്ങ് ഉപേക്ഷിക്കുന്നത്. ദേവന്മാരും പിതൃക്കളും ഭൃത്യന്മാരും പാർത്തന്മാരും പ്രജകളും ഒക്കെ അങ്ങ് ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവരെ ഭവാൻ ഭരിക്കൂ. പിതൃപൈതമഹമായിരിക്കുന്ന രാജ്യം അങ്ങ് ഭരിക്കൂ. അങ്ങയുടെ അപ്പൂപ്പന്മാരുടെ കാലം കൊണ്ട് കിട്ടിയ ഈ രാജ്യത്തെ അങ്ങ് ഭരിക്കൂ. ഇപ്പോ ബ്രാഹ്മണനാവണം എന്നുള്ള ആ ഒരു ആചരിക്കണം, ബ്രാഹ്മണ ധർമ്മം ആചരിക്കണം എന്നുള്ള അങ്ങയുടെ ആഗ്രഹമൊക്കെ അങ്ങ് ഒഴിവാക്ക്. രാജാക്കന്മാർ സ്വന്തം ധർമ്മം കൊണ്ട് ആചരണം ചെയ്ത് 2 ലോകങ്ങളും നേടുന്നുണ്ട്. രാജാക്കന്മാർക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് ദണ്ഡധാരണമാണ്. ദണ്ഡധാരണം കൊണ്ട് സ്യുപ്നുമ്നൻ എന്ന രാജർഷി സമർത്ഥനായിരിക്കുന്ന പ്രജേതസിനെ പോലെ സിദ്ധി നേടിയിട്ടുണ്ട്. അറിയാമോ അങ്ങേക്ക്? പിന്നീട് വ്യാസമുനി സ്യുപ്നുമ്ന രാജാവിന്റെ കഥ പറയാൻ തുടങ്ങി. ഒരിക്കൽ ശങ്കനെന്നും ലിഖിനെന്നും പേരായ 2 സഹോദരന്മാർ വേറെ വേറെ ആശ്രമം കെട്ടി ജീവിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ശങ്കനെന്നും ലിഖിതനെന്നും പേരായിരിക്കുന്ന 2 സഹോദരന്മാർ 2 ആശ്രമം കെട്ടി ജീവിച്ച് തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഒരിക്കല് ലിഖിതൻ എന്ത് ചെയ്തു? ചേട്ടനായ ശങ്കന്റെ ആശ്രമത്തിൽ വന്നു. ശങ്കൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ശങ്കൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ആര് വന്നപ്പോ? ലിഖിതൻ വന്നപ്പോ. ശങ്കൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. തോട്ടത്തില് ഒരുപാട് പഴുത്ത ഫലങ്ങൾ കണ്ടപ്പം ലിഖിതന് ഒരാഗ്രഹം തോന്നി. കുറെ പഴങ്ങളെല്ലാം പറിച്ചെടുത്ത് ലിഖിതൻ കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ശങ്കൻ മടങ്ങി വരുന്നത്. എവിടുന്നാണ് പഴങ്ങൾ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ലിഖിതൻ പറഞ്ഞു, ഞാൻ ആ തോട്ടത്തിൽ നിന്ന് ഇതെല്ലാം പറിച്ചെടുത്തതാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശങ്കന് ഭയങ്കര ദേഷ്യമായി. നീ ചെയ്തത് കള്ളത്തരമാണ്, നീ കട്ടെടുക്കുകയാണ് ചെയ്തത്. മറ്റൊരാളുടെ സ്ഥലത്ത് വന്നിട്ട് ചോദ്യവും ഉത്തരവും ഒന്നും ഇല്ലാതെ അനുവാദം കൂടാതെ എന്തെങ്കിലും എടുക്കുന്നത് കളവിന് തുല്യം തന്നെയാണ്. നീ എൻ്റെ സഹോദരനായാലും ശരി, ആരായാലും ശരി, രാജാവിന്റെ അടുത്ത് പോയിട്ട് നീ അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ട് വേണം മടങ്ങി വരാനെന്ന് പറഞ്ഞു. ലിഖിതൻ ഉടനെ തന്നെ സ്തുപ്ന രാജാവിന്റെ അടുത്തേക്ക് പോയി. തപസിയായ ഒരു ബ്രാഹ്മണൻ വരുന്നെന്നറിഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തെ നല്ല രീതിയിലൊക്കെ എതിരേറ്റു. ചെറുതായിട്ട് എതിരേറ്റു. സൽക്കാരത്തിന് ശേഷം രാജാവ് ചോദിച്ചു, എന്താ ആവശ്യം, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ലിഖിതൻ പറഞ്ഞു, ഞാൻ ചേട്ടന്റെ ആശ്രമത്തിൽ പോയിട്ട് കുറച്ച് പഴങ്ങളൊക്കെ അനുവാദം കൂടാതെ എടുത്ത് ഭക്ഷിച്ചു. അത് മോഷണമാണല്ലോ. അതിനുള്ള ശിക്ഷ അനുഭവിക്കാനാണ് രാജാവെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. രാജാവ് എനിക്ക് തക്കതായ ശിക്ഷ തരൂന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, ശിക്ഷയിൽ പ്രമാണം രാജാവിനാണെങ്കിൽ അനുജ്ഞയിൽ പ്രമാണമാകുന്നത് ബ്രാഹ്മണനാണ്. എന്തു ശിക്ഷയാണ് അങ്ങേക്ക് വേണ്ടത്? ചോദിക്കൂ. ലിഖിതൻ രാജാവിന് ഉചിതം എന്തെന്ന് തോന്നുന്ന ശിക്ഷയാണ് ആവശ്യപ്പെട്ടത്. ലിഖിതൻ പറഞ്ഞു, അങ്ങേക്ക് എന്താണോ ഉചിതം എന്ന് തോന്നുന്നത് ആ ശിക്ഷ മതി എന്ന് പറഞ്ഞു. രാജാവ് എന്ത് ചെയ്തു? അപഹർത്താവായിരിക്കുന്ന ലിഖിതന്റെ 2 കൈകളും അങ്ങ് മുറിച്ചു കളയാൻ